ഈ ഒരു മൂവിയുടെ തുടക്കത്തിലെ ഒരു ടെന്റ് പോലെ എന്തോന്ന് അതിനുള്ളിൽ നിന്നും ഉറങ്ങി എഴുന്നേൽക്കുന്ന ഒരു പെണ്ണിനെയാണ് കാണിക്കുന്നത്. അവളാണെങ്കിലും ഇപ്പോൾ ഉറങ്ങി എഴുന്നേറ്റ് അത് കഴിഞ്ഞ് അതിനകത്തിരുന്ന് തന്നെ പല്ലെല്ലാം തേക്കുന്നു. ഇത് ടെന്റാണോ എന്താണ്, ഇവൾ ആരാണ് എന്താണെന്നൊന്നും നമുക്കിപ്പോൾ അറിയത്തില്ല. അങ്ങനെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും അവള് പല്ല് തേക്കാൻ തുടങ്ങുന്നു. ആ ഒരു സമയത്ത് അവൾ ആ ഒരു ടെന്റിന്റെ ഗ്യാപ്പിലൂടെ നോക്കുമ്പോഴത്തേക്കും മുന്നിലായിട്ട് വലിയൊരു എയർപോർട്ടാണ് കാണുന്നത്. കാണിക്കുമ്പോഴത്തേക്കും അവിടെ ഒരു പ്രൈവറ്റ് വിമാനം പറന്നിങ്ങനെ ഇറങ്ങാണ്. ആ ഒരു സമയത്ത് തന്നെ ഈ ഒരു പെണ്ണ് പെട്ടെന്നൊരു സ്നൈപ്പർ എടുത്ത് അവിടേക്ക് എയിം ചെയ്തിങ്ങനെ നിൽക്കുമ്പോഴത്തേക്കാണ് നമുക്ക് കാണിച്ചിരുന്നത് സത്യത്തില് ഇവള് വലിയൊരു കാടിന് ഇടയിലായിട്ടാണ് ഇങ്ങനെ ഒളിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവളെ ആർക്കും കാണാൻ കഴിയത്തില്ല. കാണിക്കുമ്പോൾ ആ ഒരു വിമാനത്തിൽ നിന്നും ഒരാള് വെളിയിലേക്ക് ഇറങ്ങി വരുന്നതും അയാളെ എയിം ചെയ്ത് ഇവൾ ആ ഒരു സ്നൈപ്പർ വെച്ച് അയാളെ ഷൂട്ട് ചെയ്ത് കൊല്ലുകയും ചെയ്യുന്നു. അപ്പൊ ഈ ഒരു പെണ്ണ് വേറെ ആരുമല്ല, നമ്മുടെ ഈ മൂവിയിലെ ഹീറോയിൻ ആയിട്ടുള്ള ഡ്രാസയാണ്. അവളൊരു വാടക കൊലയാളിയാണ്. അതുമില്ല, ഡ്രാസയാണെങ്കിൽ ഒരു ലിത്വാനിയക്കാരിയാണ്. ഇപ്പോൾ നമ്മുടെ ഹീറോയിൻ ആയാലും യൂറോപ്പിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ജോലി ചെയ്യുന്നത്, അല്ലാതെ അവളൊരു മോശക്കാരിയല്ല. അപ്പൊ അവള് ഷൂട്ട് ചെയ്ത ആ ഒരു ബുള്ളറ്റിന്റെ ഷെല്ല് അതും എടുത്ത് കയ്യിൽ വെച്ച് അവൾ അവിടെ നിന്ന് പോവാണ്. അങ്ങനെ അത് കഴിഞ്ഞ അടുത്ത സീനിൽ കാണിക്കുമ്പോൾ ഒരു അമേരിക്കക്കാരനായിട്ടുള്ള നമ്മുടെ ഈ മൂവിയിലെ ഹീറോ ആയിട്ടുള്ള ലെവിയെ കാണിക്കുന്നു. ഇപ്പോൾ ലെവി ആണെങ്കിലും നമ്മുടെ ഹീറോയിനെ പോലെ തന്നെ ഒരു ഷാർപ്പ് ഷൂട്ടറാണ്. തന്റെ ഗവൺമെന്റ് പറഞ്ഞിട്ട് അവൻ ഒരുപാട് പേരെ കൊന്നിട്ടുണ്ട്. എന്നിരുന്നാലും ഹീറോയ്ക്ക് ആ ഒരു ജീവിതത്തിൽ അത്ര തൃപ്തിയില്ലായിരുന്നു. കൂടാതെ നമ്മുടെ ലെവിക്കാണെങ്കിൽ ഫാമിലി എന്ന് പറയാനായിട്ട് അങ്ങനെ ആരുമില്ല, അവൻ ഒറ്റയ്ക്കാണ് കഴിയുന്നത്. അതുപോലെ ഇപ്പോഴാണെങ്കിൽ അവൻ സർവീസിൽ നിന്ന് മാറി നിന്നിട്ട് ഏകദേശം 4 വർഷമായി. ഈ 4 വർഷമായിട്ടും ഒരു സാധാരണ ജീവിതം തന്നെയാണ് അവൻ ജീവിച്ചു പോകുന്നത്. അങ്ങനെ സാധാരണ രീതിയിൽ ഒരു കടൽക്കരയിൽ ഇരിക്കുന്ന സമയത്താണ് അവന് ഫോണിൽ ഒരു മെസ്സേജ് വരുന്നത്, ഇതുപോലെ ഒരു കാർ ഇപ്പോൾ നിന്നെ കൂട്ടിക്കൊണ്ട് പോകാനായിട്ട് വരും, അതിൽ ഈ ഒരു സ്ഥലത്തേക്ക് വരണമെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ലെവി ആയാലും ആ ഒരു കാറിൽ കയറി അവര് പറഞ്ഞ ആ ഒരു സ്ഥലത്തേക്ക് ചെല്ലാണ്. അവിടെ ചെല്ലുമ്പോഴത്തേക്കും അത്രയും വലിയൊരു പൊസിഷനിലുള്ള ഒരു ലേഡിയാണ് അവിടെ ഉള്ളത്. ലെവിയെ കാണുമ്പോൾ തന്നെ അവർ പറയുന്നുണ്ട്, ഓ അപ്പൊ നീയാണല്ലേ അത്, നിന്റെ അച്ഛനും മുത്തച്ഛനും നമ്മുടെ ഗവൺമെന്റിന് വേണ്ടിയിട്ട് ഒരുപാട് ജോലി ചെയ്തിട്ടുണ്ട്. അതുപോലെ കഴിഞ്ഞ 4 വർഷമായിട്ട് നീ എവിടെയാണെന്ന് പോലും അറിയത്തില്ലായിരുന്നു. അതിനെന്തെങ്കിലും കാരണമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല, ഞാൻ അന്വേഷിച്ചിട്ട് എനിക്ക് വേറെ ജോലികളൊന്നും കിട്ടിയില്ല, അതുകൊണ്ട് ഞാൻ സാധാരണ തന്നെ ജീവിച്ചു പോന്നു, അത്ര മാത്രമേ ഉള്ളൂ എന്ന് പറയുമ്പോൾ ഓക്കെ, നിന്റെ മെന്റൽ ഹെൽത്ത് ഇതൊക്കെ എങ്ങനെയാണെന്നെല്ലാം ചോദിക്കുമ്പോഴത്തേക്കും അല്ല ഇതെല്ലാം എന്തിനാ അന്വേഷിക്കുന്നത്, കാരണം നിനക്ക് ഞാനിപ്പോൾ ഒരു ജോലി തരാൻ പോവാണ്. 1 വർഷം ഞാൻ പറയുന്ന ഒരു സ്ഥലത്ത് പോയി നീ കാവൽ നിൽക്കണം. നീ ഒരാളെ കൊല്ലാൻ വേണ്ടി എത്ര എമൗണ്ട് ആണോ വാങ്ങുന്നത് അതിൽ ഇരട്ടി പണം ഞാൻ നിനക്ക് തരും. ഈ ഒരു കാര്യം കേൾക്കുന്നത് നമ്മുടെ ലെവി ആണെങ്കിലും അതിന് സമ്മതിക്കണം, കാരണം ഇത്രയും പണം മിസ് ചെയ്യാനായിട്ട് അവനെ കൊണ്ട് എന്തായാലും കഴിയത്തില്ല. അങ്ങനെ അത് കഴിഞ്ഞിപ്പോൾ നമ്മുടെ ഹീറോയിൻ ആയിട്ടുള്ള ഡ്രാസയെ കാണിക്കുമ്പോഴത്തേക്കാണ് അവളിപ്പോൾ യൂറോപ്പിലുള്ള തന്റെ അച്ഛനെ കാണാൻ വേണ്ടിയിട്ട് ഇപ്പോഴും ഒരാളെ കൊന്നിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത്. അതൊരു സെമിത്തേരിയാണ്. അപ്പൊ അവിടേക്ക് ചെന്ന് തന്റെ അമ്മയുടെ ആ ഒരു കല്ലറ എടുത്ത് പൂവെല്ലാം വെച്ചിട്ട് തന്റെ അച്ഛനടുത്ത് ഇങ്ങനെ പോയിരിക്കുമ്പോൾ ഓക്കെ ആ ഒരു ഷെല്ലിങ് തരാൻ പറയുന്നതും അവൾ ആ ഒരു ഷെല്ല് കൊടുക്കുമ്പോൾ അയാളുടെ കയ്യിൽ ഒരുപാട് ഷെല്ലുകൾ ഇരിപ്പുണ്ട് ഇതുപോലെ. അപ്പോൾ ഡ്രാസ അത്രയും പേരെ കൊന്നിട്ടുണ്ട്, നീ ചെയ്ത പാവങ്ങളെല്ലാം ഞാൻ ഏറ്റുവാങ്ങാം, അങ്ങനെയാണെങ്കിൽ ഞാൻ നരകത്തിലേക്ക് പോവും, നീ സ്വർഗത്തിലേക്ക് പോയിക്കോ എന്നെല്ലാം പറയുമ്പോൾ ഡ്രാസ ചോദിക്കും, അച്ഛാ ഞാൻ പറഞ്ഞ ഡോക്ടറിനെ പോയി കണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ കണ്ടു, പക്ഷേ എന്റെ കാര്യത്തിൽ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല എന്നാണ് ഡോക്ടർ പറഞ്ഞത്. വേറൊന്നുമല്ല, അവളുടെ അച്ഛന് ക്യാൻസറാണ്. അതുമല്ല ഡ്രാസയാണെങ്കിലും അവളുടെ അച്ഛനെ അവളുടെ കൂടെ വിളിക്കുന്നുണ്ട്, പക്ഷേ ഒരിക്കലും വരത്തില്ല, ഞാൻ ഇവിടെ തന്നെ കഴിയും, നിന്റെ അമ്മയോടൊപ്പം എന്നെ കുഴിച്ചു മൂടുന്നതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം എന്നെല്ലാം പറയുമ്പോൾ ഹീറോയിനായാലും വളരെ വിഷമത്തോടെ തന്നെ പറയുന്നുണ്ട്, അച്ഛാ ഗവൺമെന്റിൽ നിന്നും എനിക്കൊരു മിഷൻ വന്നിരുന്നു, അത് നല്ല കാര്യമല്ലേ, എത്രയും പെട്ടെന്ന് പോയിട്ട് അത് ചെയ്തു തീർക്കാൻ നോക്ക് എന്നും പറഞ്ഞിട്ട് ഡ്രാസയെ അവിടെ നിന്ന് പറഞ്ഞു വിടാണ്. അത് കഴിഞ്ഞിട്ട് ഇവിടെ നമ്മുടെ ലെവിയെ കാണിക്കുമ്പോഴത്തേക്കും ഈ ഒരു ഡീല് ചെയ്തതിന് ശേഷം അവനെ മയക്കി ഒരു വിമാനത്തിൽ എവിടേക്ക് കൊണ്ടുപോകുന്നു. ഇപ്പോഴാണ് അവൻ കണ്ണു തുറക്കുന്നത്. കണ്ണു തുറന്ന് നോക്കുമ്പോഴത്തേക്കും അവൻ ഏത് രാജ്യത്താണെന്ന് പോലും അവൻ അറിയത്തില്ല. അങ്ങനെ എഴുന്നേൽക്കുമ്പോഴത്തേക്കാണ് അവിടേക്ക് ഒരു ലേഡി വന്നിട്ട് ഇതുപോലെ ഈ ഒരു ടൈമിൽ നീ വിമാനത്തിൽ നിന്ന് താഴേക്ക് ചാടണം, അവിടെ ചാടിക്കഴിഞ്ഞാൽ 36 മൈൽ ദൂരെയായിട്ട് നടന്നു പോയി കഴിഞ്ഞാൽ നിനക്ക് ഒരു വലിയ ടവർ കാണാൻ കഴിയും, അവിടെ മറ്റൊരാളുണ്ടാവും, ആ ഒരാള് നീ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞുതരൂ എന്ന് പറയുമ്പോൾ ഹീറോ ആയാലും ഓക്കെ പറഞ്ഞിട്ട് എന്താണ് തന്റെ ഗവൺമെന്റ് തന്നെ ചതിക്കില്ല എന്നുള്ള ആ ഒരു വിശ്വാസത്തിൽ തന്നെ ഇവർ പറഞ്ഞ ആ ഒരു ലൊക്കേഷൻ എത്തുന്നതും ലെവി ആണെങ്കിലും പെട്ടെന്ന് പാരച്യൂട്ടും എടുത്ത് വെച്ചിട്ട് അതിൽ നിന്നും താഴേക്ക് എടുത്തൊരു ഒറ്റച്ചാട്ടം. അങ്ങനെ ഒരു വിധത്തിൽ ആ ഒരു പാരച്യൂട്ടും കൊണ്ട് നേരെ താഴേക്ക് വന്ന് സേഫ് ആയിട്ട് ലാൻഡ് ചെയ്തിട്ട് 36 കിലോമീറ്റർ ആണല്ലോ. അപ്പോൾ കാടും മലയും വെള്ളച്ചാട്ടവും എല്ലാം കഴിഞ്ഞ് അത് അത്യാവശ്യം നല്ലൊരു യാത്ര തന്നെയാണ്. അതെല്ലാം കഴിഞ്ഞിട്ട് അവർ പറഞ്ഞ ആ ഒരു ലൊക്കേഷനിലേക്ക് ചെല്ലുമ്പോഴത്തേക്കും ലെവിയുടെ പുറകിലായിട്ട് ഒരു സോൾജിയർ പെട്ടെന്ന് ഹേയ് നീയാണല്ലേ ലെവി, എന്റെ പേര് സൈമൺ എന്നും പറഞ്ഞിട്ട് നമ്മുടെ ലെവിയെ വന്ന് പരിചയപ്പെടുന്നു. അപ്പോൾ സൈമൺ എന്ന് പറഞ്ഞ ഈ ഒരു സോൾജിയർ ആണെങ്കിൽ കഴിഞ്ഞ 1 വർഷമായിട്ട് ഇവിടെയാണ് താമസിക്കുന്നത്, വേറെ ആരുമായിട്ട് സംസാരിക്കാനോ ഒന്നുമില്ല, ഈ ഒരു കാടും ഈ ഒരു ടവറും. അപ്പോഴേക്കാണ് നമ്മുടെ ഹീറോ ചോദിക്കുന്നത്, ഓക്കെ എന്റെ ജോലി എന്താണെന്ന് ചോദിക്കുമ്പോൾ അത് വേറെ ഒന്നുമില്ല, വളരെ സിമ്പിളാണ്, ഈ ഒരു ടവറിൽ നിന്നിട്ട് ഈ ഒരു മലയുടെ ഇത്രയും ഭാഗം നീ സംരക്ഷിക്കണം, എല്ലാ ദിവസവും നീ അത് നിരീക്ഷിക്കണം, നിനക്ക് വെള്ളത്തിനായിട്ടൊരു കുറവുമില്ല, ആഹാരമുണ്ട്, പിന്നെ ദേ ഇവിടെ ചെറിയൊരു പൂന്തോട്ടം ഞാൻ വെച്ചിട്ടുണ്ട്, കൂടാതെ എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് ഈ ഒരു മലയുടെ താഴെയായിട്ട് കുറെ ബോംബുകളും മറ്റും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതെല്ലാം വർക്കാവുന്നുണ്ടോ ഇല്ലയോ എന്നെല്ലാം പരിശോധിക്കണം,
അതേപോലെ തന്നെ നമ്മുടെ വെസ്റ്റ് ഏരിയയിൽ ഒരുപാട് സാറ്റലൈറ്റ് ടവറുകളുണ്ട്. അതെല്ലാം വർക്ക് ആവുന്നുണ്ടോ ഇല്ലയെന്ന് നോക്കണം. കൂടാതെ ഇതേ ഓപ്പോസിറ്റ് ആ ഒരു സൈഡിൽ മറ്റൊരു ടവർ ഉണ്ട്. അവിടെ ആരാണെന്ന് നമുക്ക് അറിയത്തില്ല. നമ്മളെപ്പോലെ തന്നെ ഒരു വർഷം അവിടെയും ആളുണ്ടാവും. ഓരോ വർഷം കഴിയും തോറും ഈ ആളുകളെ ഇങ്ങനെ മാറ്റിക്കൊണ്ടേയിരിക്കും. അപ്പോൾ എൻ്റെ സമയം എന്തായാലും കഴിഞ്ഞു, ഞാൻ പോകാൻ പോവാണ്. പിന്നെ നിന്റെ ഒരു ഡീറ്റെയിൽസും എതിർവശമുള്ള ആ ഒരാളോട് ഒരിക്കലും പറയാനും പാടില്ല. അതുമല്ല എല്ലാ മാസവും ഒരു തവണ മാത്രം റേഡിയോ വഴി നിനക്ക് ഒഫീഷ്യൽസുമായിട്ട് സംസാരിക്കാൻ കഴിയും. അവർക്ക് ഇവിടെ നടക്കുന്ന കാര്യങ്ങളുടെ റിപ്പോർട്ട് കൊടുക്കുകയും വേണം. പിന്നെ നമുക്ക് ഫോണ് മറ്റു കാര്യങ്ങളൊന്നും യൂസ് ചെയ്യാൻ കഴിയത്തില്ല. ആകെയുള്ളത് ഈ ഒരു റേഡിയോ മാത്രമാണ്. അപ്പോൾ നമ്മുടെ ഹീറോ വർക്ക് ചെയ്യുന്നത് അമേരിക്കയ്ക്ക് വേണ്ടിയും എതിർവശത്തുള്ള ആ ഒരാള് റഷ്യക്ക് വേണ്ടിയിട്ടാണ് ജോലി ചെയ്യുന്നത്. അങ്ങനെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുത്ത് ഇന്നത്തെ എൻ്റെ ദിവസം ഈ ഒരു രാത്രിയോടെ കഴിയും. അടുത്ത ദിവസം മുതൽ നീയാണ് ഒരു വർഷത്തേക്ക് ഇവിടെ കഴിയേണ്ടത്. അപ്പോൾ ഹീറോ ചോദിക്കും, അല്ല ഈ ഒരു ടവറുകൾ എന്തിനാ ഇവിടെ കൊണ്ടുവച്ചേക്കുന്നേ? ഇതെല്ലാം ഡ്യൂപ്ലിക്കേറ്റ് ടവറുകൾ മാത്രമാണ്. വെളിയിലുള്ള ജനങ്ങൾക്ക് ഈ ഒരു കുഴിക്കുള്ളിൽ എന്താണെന്ന് അറിയാതിരിക്കാൻ വേണ്ടി ഇവിടെ കൊണ്ടുവച്ചേക്കുന്ന ഒരു ടവർ. അതുപോലെ 2ാം ലോക മഹായുദ്ധ സമയത്ത് ഒരുപാട് സോൾജേഴ്സ് ഒരു സമാധാന ചർച്ചയ്ക്ക് വേണ്ടിയിട്ട് അതും 2000-ലധികം സോൾജേഴ്സ് ഈ ഒരു സ്ഥലത്തേക്ക് വന്നിരുന്നു. ഈ ഒരു കുഴിക്കുള്ളിലേക്ക് അവർ പോയതിനു ശേഷം ഒരൊറ്റ മനുഷ്യൻ പോലും തിരിച്ചു വന്നിട്ടില്ല. അവർക്ക് എന്താണ് സംഭവിച്ചെന്ന് ആർക്കും അറിയത്തില്ല. അതിനുശേഷമാണ് ഈ ഒരു ടവറുകൾ ഇവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ ഹീറോ ചോദിക്കും, ഓക്കെ അതെല്ലാം ശരി, ഇതിനുള്ളിൽ എന്താണെന്ന് ചോദിക്കുമ്പോൾ സൈമൺ ആയാലും തൻ്റെ കയ്യിലുള്ള ചെറിയൊരു ബോംബുണ്ട്, അതിങ്ങനെ ഓൺ ചെയ്തിട്ട് പെട്ടെന്നെടുത്ത് ആ ഒരു കുഴിയിലേക്കിടും. ഇത് താഴെ പോയി പെട്ടെന്ന് പൊട്ടുമ്പോൾ ഒരുപാട് മൃഗങ്ങൾ കരയുന്നത് പോലെ ശബ്ദം ഇങ്ങനെ കേൾക്കുന്നു. ഇത് കേൾക്കുമ്പോഴത്തേക്ക് നമ്മുടെ ഹീറോ പെട്ടെന്ന് ഹേയ് ഇതെന്താണെന്ന് ഇങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കാണ് അതാണ് എനിക്കും അറിയാത്തത്. പക്ഷേ ഈ ഒരു ടവറിൽ ആദ്യമായിട്ട് നിന്ന ആള് അവർക്കൊരു പേരിട്ടിട്ടുണ്ട്, ഹോളോമാൻ. നമ്മൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്. ഈ ഹോളോമാൻ എന്ന് പറയുന്ന ആ ഒരു ജീവികൾ ഒരിക്കലും മുകളിലേക്ക് കയറി വരരുത്. അവരെ തടയുക എന്നുള്ളതാണ് നമ്മുടെ ജോലി. അല്ല നിങ്ങളത് കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഹേയ് ഇല്ല എന്നും പറഞ്ഞ് ഉറങ്ങാനായിട്ട് പോയിട്ട് ഇവിടെ ഹീറോയ്ക്ക് ആവശ്യമായിട്ടുള്ള ആയുധവും മറ്റു കാര്യങ്ങളെല്ലാം ഇവിടെ തന്നെ ഉണ്ട്. അങ്ങനെ അത് കഴിഞ്ഞ അടുത്ത ദിവസം ആകുമ്പോഴത്തേക്കും ആ ഒരു സോൾജർ ഇപ്പോൾ ബാഗെല്ലാം ആയിട്ട് ഇവിടെ നിന്ന് പോവാണ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഒരു മലയുടെ മുകളിലേക്ക് വന്ന് ഒരു ഫ്ലെയർ ഇങ്ങനെ അടിക്കുന്നതും ഒരു ഹെലികോപ്റ്റർ അയാളെ കൊണ്ടുപോകാനായിട്ട് ഇങ്ങനെ വരികയാണ്. അങ്ങനെ ആ ഒരു ഹെലികോപ്റ്റർ അയാളെയും കൊണ്ട് അവിടെ നിന്ന് പോകുന്നതും വള്ളിയിൽ ഇങ്ങനെ തൂങ്ങി കിടക്കുന്നു. മുകളിലേക്ക് കയറുന്നതിന് മുന്നേ അതിനകത്തുള്ള സോൾജർ ഇവനോട് ചോദിക്കും, സാർ നിങ്ങളുടെ കോഡ് വാക്ക് പറയാൻ കഴിയുമോ? അങ്ങനെയാണെങ്കിൽ എനിക്ക് നിങ്ങളെ മുകളിലേക്ക് കയറ്റാൻ കഴിയുമോ എന്ന് ചോദിക്കുമ്പോൾ അവനായാലും ഒരു കോഡ് ഭാഷയുണ്ട്, അതിങ്ങനെ പറഞ്ഞു കൊടുക്കുന്നതും പെട്ടെന്ന് ആ ഒരുത്തൻ ഇവന്റെ തലയിലേക്ക് ഷൂട്ട് ചെയ്ത് അവനെ അങ്ങ് കൊല്ലുകയാണ്. ഇവിടെയാണ് ഒരു ടെസ്റ്റ്, വേറെ ഒന്നുമല്ല, നമ്മുടെ ഹീറോ ഒരു കൊല്ലം കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് പോകുമ്പോൾ ഹീറോയ്ക്ക് സംഭവിക്കാൻ പോകുന്നത് ഇത് തന്നെയാണ്. കാരണം ഇവിടെ അത്രയും രഹസ്യമായിട്ട് എന്തോ ഒരു കാര്യമാണ് ഇവർ സൂക്ഷിക്കുന്നത്. അത് പുറത്തു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ജോലി ചെയ്തിരുന്ന എല്ലാവരെയും കൊല്ലുന്നത്. അങ്ങനെ ഈ ഒരു കാര്യങ്ങളൊന്നും അറിയാതെ ഇപ്പോൾ നമ്മുടെ ഹീറോ ആണെങ്കിലും ഇവിടെ ജോലി ചെയ്യാൻ തുടങ്ങാണ്. രാവിലെ തന്നെ എഴുന്നേറ്റ് തോക്കും മറ്റു കാര്യങ്ങളെല്ലാം പരിശോധിച്ച് ആ ഒരു സാറ്റലൈറ്റ് ടവറുകളുണ്ടല്ലോ അത് ഓരോന്നായിട്ട് ഇങ്ങനെ പരിശോധിക്കുന്നു. അത് കഴിഞ്ഞിട്ട് റേഡിയോ ഉപയോഗിച്ച് ഇവർക്ക് ആ ഒരു റിപ്പോർട്ടുകളെല്ലാം ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നു. ആ ഒരു സമയത്ത് നമ്മുടെ ഹീറോ സാർ നിങ്ങളോട് സംശയം ചോദിക്കണം എന്നിങ്ങനെ ചോദിക്കാനായിട്ട് വരുമ്പോഴത്തേക്കും അവർ പെട്ടെന്ന് അതങ്ങ് കട്ട് ചെയ്യാണ്. അപ്പൊ ഇനി എന്തായാലും 1 മാസം കഴിഞ്ഞിട്ടേ ഇവർ വീണ്ടും കോണ്ടാക്ട് ചെയ്യത്തുള്ളൂ. അങ്ങനെ ആ ഒരു ദേഷ്യത്തിൽ ഹീറോ ഇരിക്കുമ്പോഴത്തേക്കും അവിടെ ഒരു കബോർഡ് ഉണ്ട്. അവിടെയാണെങ്കിൽ ഒരുപാട് ബുക്കുകൾ വെച്ചിട്ടുണ്ട്. അപ്പൊ അതിലേതെങ്കിലും ബുക്ക് എടുത്ത് വായിക്കാമെന്ന് പറഞ്ഞ് ആ ഒരു ബുക്ക് ഇങ്ങനെ എടുക്കുമ്പോഴത്തേക്കാണ് അപ്പോഴേക്കാണ് അതിന് പുറകിലുള്ള ആ ഒരു ചുമരിലെ എന്തൊക്കെ എഴുതിയിരിക്കുന്നു അതെന്താണെന്ന് ആ ഒരു കബോർഡ് ഇങ്ങനെ മാറ്റി നോക്കുമ്പോഴത്തേക്കാണ് 1947 മുതൽ ഈ ഒരു ടവറിൽ കാവലിനായിട്ട് നിൽക്കുന്ന ആളുകളുണ്ടല്ലോ അവർ ഓരോരുത്തരും അവരെ പറ്റി എഴുതിയിട്ടുള്ള കാര്യങ്ങളാണിത്. അതിലിപ്പോൾ ഡേവിഡ് എന്ന് പറഞ്ഞിട്ട് ഒരാള് നിനക്ക് ആപത്തായിട്ടുള്ള ഒരു സമയം വരുമ്പോൾ മാത്രം നിന്റെ എല്ലാ കഴിവുകളും നീ പുറത്തെടുത്ത് അതിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഇങ്ങനെ വായിച്ച് അങ്ങനെ അത് കഴിഞ്ഞ് കാണിക്കുമ്പോഴത്തേക്കും ഇപ്പോൾ നമ്മുടെ ലേവി ഇവിടെ ആ ഒരു ചെറിയ തോട്ടം ഉണ്ടല്ലോ അതിൽ ഈ തക്കാളികളൊക്കെ ഉണ്ട്. അതെല്ലാം ഓരോന്നായിട്ട് ഇങ്ങനെ പറിച്ചെടുക്കുകയാണ് നല്ലത് നോക്കി. ആ ഒരു സമയത്താണ് ഇവന്റെ ഓപ്പോസിറ്റ് ആയിട്ട് ആ ഒരു കുഴിക്ക് അപ്പുറം മറ്റൊരു ടവർ ഉണ്ടല്ലോ അവിടെ ആരോ ഈ താടി അറുക്കുന്നത് പോലെ ആ ഒരു മെഷീൻ വെച്ച് അറുക്കുന്ന ശബ്ദം കേൾക്കുന്നു. അപ്പോൾ ഹീറോ ആയാലും അതാരാണെന്ന് അറിയാൻ വേണ്ടി അവന്റെ ആ ഒരു ബൈനോക്കുലർ ഉണ്ട്. അത് വെച്ച് നോക്കുമ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്നത് വേറെ ആരുമല്ല നമ്മുടെ ഹീറോയിൻ. ഇപ്പോൾ നമ്മുടെ ഹീറോയെ ഇവിടെ കൊണ്ടുവന്നത് എങ്ങനെയാണ് അതുപോലെ തന്നെയാണ് ഹീറോയിനെയും അവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. ഇനി 1 വർഷം കഴിഞ്ഞാൽ ഇവരെ രണ്ടുപേരെ കൊല്ലാൻ പോകുന്നുള്ള കാര്യം മാത്രം രണ്ടുപേർക്കും അറിയത്തില്ല. അപ്പോൾ ഹീറോ ഇവിടെ നിന്ന് നോക്കുന്നുണ്ടെന്നുള്ള കാര്യം ഹീറോയിനും ചെറിയ രീതിയിൽ മനസ്സിലായി. അങ്ങനെ അത് കഴിഞ്ഞ് രാത്രിയിൽ ഹീറോ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് പെട്ടെന്ന് മിന്നലടിക്കുന്ന ആ ഒരു ശബ്ദം കേട്ട് പേടിച്ച് ശത്രുക്കൾ ആരെങ്കിലും വന്നെന്നും പറഞ്ഞിട്ട് തോക്കെടുത്ത് ചാടി അങ്ങനെ എഴുന്നേൽക്കാണ്. എഴുന്നേറ്റ് പോയി നോക്കുമ്പോഴത്തേക്കും തോന്നിയതാണ് വേറെ ആരുമില്ല. പക്ഷെ ചാടി എഴുന്നേറ്റ ആ ഒരു സമയത്ത് അടുത്തുള്ള ഗ്ലാസ്സിൽ ചവിട്ടി അത് പൊട്ടിച്ചിട്ട് അവന്റെ കാലിൽ അത് തറച്ചു കയറിയിരുന്നു. അങ്ങനെ അത് അവിടെ ഇരുന്ന് ഓരോന്നായിട്ട് ഇങ്ങനെ വലിച്ചിളക്കാണ്. അപ്പോൾ ഹീറോ ആയാലും ഓപ്പോസിറ്റ് ടവറിലുള്ള ആ ഒരാൾ എന്താണ് ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടി തന്റെ ബൈനോക്കുലർ എടുത്ത് നോക്കുമ്പോഴത്തേക്കും ഹീറോയിൻ ഈ ഒരു ടവറിലേക്ക് തന്നെ നോക്കിയിരിക്കുകയാണ്. മെഴുകുതിരിയെല്ലാം കത്തിച്ചു വെച്ചിട്ട് കുറച്ച് കഴിയുമ്പോഴത്തേക്കും അത് ഓരോന്നായിട്ട് അണച്ച് അവൾ നേരെ ഉറങ്ങാനായിട്ട് പോയി കിടക്കും.
അങ്ങനെ അത് കഴിഞ്ഞിപ്പോൾ ഓരോ ദിവസവും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഒരാഴ്ച കഴിഞ്ഞ് കാണിക്കുമ്പോൾ ഹീറോയിൻ്റെ ജന്മദിനമാണ്. അവളാണെങ്കിലും വേറെ ആരും ആഘോഷിക്കാറില്ല, അത് ഒറ്റയ്ക്ക്. എന്നിട്ട് കേക്ക് കട്ട് ചെയ്യാനായിട്ട് ഇരിക്കുന്ന സമയത്താണ് എന്ത് തോന്നുന്നറിയത്തില്ല, പെട്ടെന്ന് ബൈനോക്കുലർ എടുത്ത് നമ്മുടെ ഹീറോയുടെ ടവറിലേക്ക് നോക്കുമ്പോൾ ഹീറോ അവിടെ ഇരുന്ന് തൻ്റെ ഡയറിനെ എഴുതുന്നു. അവളാണെങ്കിലും പെട്ടെന്ന് തോക്കെടുത്ത് ഇങ്ങനെ മുകളിലേക്ക് ഷൂട്ട് ചെയ്യുന്നതും ഇവൻ ആ ഒരു ശബ്ദം കേട്ട് തൻ്റെ ബൈനോക്കുലർ എടുത്ത് നോക്കുമ്പോഴത്തേക്കും ഹീറോയിൻ ഇപ്പോൾ ഒരു വലിയ പേപ്പറിൽ നിന്റെ പേരെന്താണെന്ന് ഇങ്ങനെ എഴുതി ചോദിക്കും. അപ്പോൾ ഹീറോ ഇത് കണ്ടിട്ട് ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ അകത്തേക്ക് പോയി ഒരു വെള്ള ബോർഡ് എടുത്തുകൊണ്ട് വന്ന് അതിനകത്ത് എന്നെപ്പറ്റി ഒന്നും ആരോട് പറയരുതെന്നാണ് എന്നുള്ള കാര്യം എഴുതി തിരിച്ചു കാണിക്കുമ്പോൾ അവള് ഹേയ് ഇതൊക്കെ വലിയ സംഭവമാണോ എന്നുള്ള രീതിയിൽ അവളുടെ പേര് ഇതേപോലെ ഡ്രാസയാണെന്നും അതുമല്ല ഇന്ന് എൻ്റെ ജന്മദിനമാണ്, അതുകൊണ്ട് എനിക്കിഷ്ടമുള്ള എന്തെങ്കിലും ഞാൻ ചെയ്യും എന്നുള്ള രീതിയിൽ അവളിങ്ങനെ എഴുതി കാണിക്കുമ്പോൾ ഇത് കണ്ടിട്ട് ഹീറോയ്ക്ക് നല്ല ഇൻട്രസ്റ്റ് ആയിട്ട് തോന്നി. അപ്പോൾ ഹീറോ ആയാലും തൻ്റെ പേര് ഇതാണെന്ന് ഇങ്ങനെ എഴുതി കാണിച്ച് ഒരു ബർത്ത്ഡേ വിഷസ് എഴുതിയിട്ട് തൻ്റെ കയ്യിലുള്ള ആ ഒരു കപ്പെടുത്ത് ഇങ്ങനെ കുടിക്കുകയാണ്. അപ്പോൾ ഇത് കണ്ട ഹീറോയിനായാലും ഇവിടെ മ്യൂസിക് എല്ലാം പ്ലേ ചെയ്തിട്ട് അവളിങ്ങനെ ഡാൻസ് കളിക്കുകയാണ്. എന്നിട്ട് ഇതേപോലെ എഴുതി കാണിക്കും, നീ എന്നോടൊപ്പം ഡാൻസ് കളിക്കാൻ പറയുമ്പോൾ അയ്യോ അത് മാത്രം എന്നെ കൊണ്ട് കഴിയത്തില്ല, ഡാൻസ് ഒന്നും എന്നെ കൊണ്ട് കളിക്കാൻ കഴിയത്തില്ല എന്ന് പറയുമ്പോൾ പിന്നെന്താ നിന്റെ കഴിവെന്ന് ചോദിക്കുമ്പോഴത്തേക്കാണ് ഇതെല്ലാം എഴുതി കാണിച്ചിട്ടാണ് ഇവർ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഹീറോ പറയും, ഇതുപോലെ എത്ര ദൂരെയുള്ള ഒരാളെയും എനിക്ക് എയിം ചെയ്ത് ഷൂട്ട് ചെയ്യാൻ കഴിയും എന്ന് പറയുമ്പോൾ നിന്റെ റേഞ്ച് എത്രയാണെന്ന് ഇങ്ങനെ ചോദിക്കും. 3426 മീറ്റർ എന്നിങ്ങനെ പറയുമ്പോൾ ഹീറോയിൻ അത്രയും ഷോക്കായി പോയി. കാരണം ഹീറോയിൻ ആണെങ്കിലോ ഏകദേശം ഒരു 2000 മീറ്റർ മാത്രമേ എയിം ചെയ്ത് ഷൂട്ട് ചെയ്യാനായിട്ട് കഴിയത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ഹീറോയിന് ഇത്തിരി ഇൻട്രസ്റ്റ് കൂടിയിട്ട് ഓക്കെ ഈ ഒരു വൈൻ ബോട്ടിൽ ഞാൻ ഇവിടെ വെച്ചേക്കാം, അത് ഷൂട്ട് ചെയ്ത് തകർക്കാൻ പറയുമ്പോഴത്തേക്കും ഹീറോ പറയും ഓക്കെ കുറച്ചു നേരം വെയിറ്റ് ചെയ്യും, ഞാൻ അകത്തേക്ക് പോയിട്ട് വരാമെന്നും പറഞ്ഞ് തോക്കെടുക്കാനായിട്ട് പോകുന്ന സമയത്ത് ഹീറോയിൻ പെട്ടെന്ന് അവൻ കുടിക്കാനായിട്ട് വെച്ചിരിക്കുന്ന ആ ഒരു വെള്ളക്കുപ്പിയുണ്ട് അതങ്ങ് ഷൂട്ട് ചെയ്ത് തകർക്കും. ഇത് കണ്ട ഹീറോയ്ക്ക് ഇൻട്രസ്റ്റ് ആയിട്ട് അവൻ പെട്ടെന്ന് അവന്റെ തോക്കെടുത്തോണ്ട് വന്ന് ആ ഒരു വൈൻ ബോട്ടിലുണ്ടല്ലോ അതും ഷൂട്ട് ചെയ്ത് അങ്ങ് തകർക്കാണ്. ഇതും കൂടി ആകുമ്പോഴത്തേക്കും ഹീറോയിൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ വേറൊരു ബോട്ടിൽ എടുത്തിട്ട് അവളുടെ തലയിൽ വെച്ച് ഡാൻസ് കളിക്കുകയാണ് അത് ഷൂട്ട് ചെയ്യാനായിട്ട്. പക്ഷെ ഹീറോ കുറച്ചു നേരം നോക്കി നിൽക്കുന്നതല്ലാതെ അത് വേറെ ഒന്നും ചെയ്യത്തില്ല. അങ്ങനെ ഇത് കണ്ട ഹീറോയ്ക്കായാലും നല്ല ഇതിൽ ഇഷ്ടപ്പെട്ടിട്ട് അങ്ങനെ നിൽക്കുന്ന സമയത്താണ് പെട്ടെന്ന് നമ്മുടെ ഹീറോ നിൽക്കുന്ന ആ ഒരു ടവറിന് താഴെ സൂക്ഷിച്ചിങ്ങനെ നോക്കുന്നു. എന്നിട്ട് അവിടെ എന്തോ ഉണ്ടെന്ന് ഇങ്ങനെ പറയുന്നതും ഹീറോ ഈ ഒരു കാര്യം കണ്ട് പെട്ടെന്ന് തന്റെ തോക്കെടുത്ത് ആ ടവറിന് താഴേക്ക് ഇങ്ങനെ നോക്കുകയാണ്. എന്താണെന്ന് അറിയാൻ കഴിയുന്നില്ല. കുറെ കഴിഞ്ഞ് കാണിക്കുമ്പോഴത്തേക്കാണ് ഈ വേരുകൾ ശരീരത്തെ പറ്റി പിടിച്ചതുപോലെ ഈ സോംബികളുണ്ടല്ലോ അതുപോലെയുള്ള മനുഷ്യന്മാര് മുകളിലേക്ക് ഇങ്ങനെ കയറി വരുന്നു. ഇത് നമ്മുടെ ഹീറോയെ നോക്കുമ്പോഴും ഇത് ഒരുപാടെണ്ണം ആ ഒരു മലയുടെ മുകളിലേക്ക് കയറി വരുന്നുണ്ട്. അപ്പോൾ ഹീറോ ഈ ഒരു കാര്യം കണ്ട് പെട്ടെന്ന് തന്നെ അതിനെ ഷൂട്ട് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ഇതാണ് സൈമൺ എന്ന് പറഞ്ഞിട്ട് നേരത്തെ പറഞ്ഞ ആ ഒരു സോൾജർ ഉണ്ടല്ലോ, ഹാലോമാൻ എന്ന് പറഞ്ഞ ആ ഒരു ജീവികള്. അങ്ങനെ ഹീറോ ആയാലും നിർത്താതെ അതിനെ ഷൂട്ട് ചെയ്യുമ്പോൾ ഇത് ഒരുപാടെണ്ണം കയറി വരികയല്ലേ. അതുമല്ല ഈ ഒരു ടവറിന് താഴെയായിട്ട് ഈ ഒരു മലയുടെ വശത്തായിട്ട് ഒരുപാട് ബോംബുകൾ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം മുകളിലേക്ക് കയറി വന്ന് അതിലേക്ക് തട്ടിക്കഴിഞ്ഞാലും പെട്ടെന്ന് പൊട്ടിത്തെറിച്ച് താഴേക്ക് പോവും. അതുപോലെ ഇത് ഒരുപാട് കയറി വരുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ഹീറോയിൻ അവിടെ നിന്നിട്ട് അവളുടെ ടവറിലുള്ള ആ ഒരു മെഷീൻ ഗണ്ണുണ്ടല്ലോ അതുപയോഗിച്ച് ഇതിന് മുകളിലേക്ക് കയറി വരുന്ന എല്ലാത്തിനെയും ഷൂട്ട് ചെയ്ത് ഇങ്ങനെ താഴേക്കിടുകയാണ്. ഹീറോ ആണെങ്കിലും ഇവിടെ നിന്നിട്ട് താഴേക്ക് ഷൂട്ട് ചെയ്യുന്നുണ്ട്. അതുമല്ല അവിടെ ഒരു സെൻസർ ഉണ്ട്, ആ ഒരു സെൻസറിൽ തട്ടുമ്പോഴത്തേക്കും സൈഡിൽ വെച്ചിരിക്കുന്ന മെഷീൻ ഗണ്ണുകളുണ്ട് അതും പ്രവർത്തിച്ച് എല്ലാത്തിനെയും ഷൂട്ട് ചെയ്ത് താഴേക്കിടും. അങ്ങനെ ഒരുപാട് നേരത്തെ ആ ഒരു ഷൂട്ടിങ് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഹീറോയുടെ ഭാഗത്തുള്ള ആ ഒരു ജീവികളെന്ന് ഇപ്പോൾ കാണാനില്ല, എല്ലാത്തിനെയും കൊന്നിട്ടുണ്ട്. അതേ സമയമാണ് ഇവിടെ ഹീറോയിനടുത്ത് എന്തോ ഒരു കാര്യം തെറ്റായിട്ട് തോന്നുന്നു, വേറെ ഒന്നുമല്ല. ഹീറോയിൻ ഇപ്പോൾ ഹീറോയുടെ ഭാഗത്തുള്ള ആ ഒരു ജീവികളെല്ലാം കൊല്ലാൻ നിൽക്കുന്ന സമയത്ത് ഇവളുടെ അടുത്തേക്കും ഒരുപാട് ജീവികൾ കയറി വന്നിട്ടുണ്ടായിരുന്നു. അത് അവൾ കണ്ടില്ല. പെട്ടെന്ന് അതിലൊന്ന് കയറി വരുന്നതും ഹീറോയിൻ അതിനെ ഷൂട്ട് ചെയ്ത് അതിനോട് ഫൈറ്റ് ചെയ്ത് അതിനെ ചവിട്ടി താഴേക്കിടുകയാണ്. എന്നിട്ട് അവളുടെ ടവറിന്റെ അടുത്തേക്ക് കയറി വരുന്ന എല്ലാത്തിനെയും അവൾ ഷൂട്ട് ചെയ്യുമ്പോഴത്തേക്കും ഇത് നമ്മുടെ ഹീറോ കണ്ടിട്ട് ഇപ്പോൾ ഹീറോയ്ക്ക് അവളെ സഹായിക്കണമല്ലോ, അതുകൊണ്ട് തന്നെ അവന്റെ ടവറിലുള്ള ആ ഒരു മെഷീൻ ഗൺ ഉപയോഗിച്ച് തിരിച്ച് ഷൂട്ട് ചെയ്യുന്നു. അങ്ങനെ ഷൂട്ട് ചെയ്യുന്ന സമയത്താണ് അവിടെയുള്ള ആ ഒരു ബോംബ് പൊട്ടിത്തെറിച്ചിട്ട് ഹീറോയിൻ അത് പെട്ടെന്ന് ശ്രദ്ധിക്കത്തില്ല. ആ ഒരു സമയത്ത് ഒരു മെറ്റൽ പീസ് വന്ന് അവളുടെ തോളിലിങ്ങനെ കൊള്ളും. എന്നിരുന്നാലും താഴെ വീണ ഹീറോയിൻ അതെല്ലാം സഹിച്ചു പിടിച്ചിട്ട് ഇവര് രണ്ടുപേരും ഇപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആ ഒരു ജീവികളെ ഷൂട്ട് ചെയ്ത് ഇങ്ങനെ കൊന്നുകൊണ്ടേയിരിക്കുന്നു. കാണിക്കുമ്പോഴത്തേക്കും ഈ ഒരു മലയുടെ രണ്ടു വശത്തുള്ള ആ സെൻസർ വർക്കായിട്ട് അവിടെയുള്ള മെഷീൻ ഗണ്ണുകളെല്ലാം പ്രവർത്തിച്ച് അതൊരു ഒന്നൊന്നര സീൻ തന്നെയാണ്. അങ്ങനെ കുറെ കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോ ഇപ്പോൾ ഹീറോയിന് വേണ്ടി ആ ഒരു രാത്രി മുഴുവനായിട്ടും തന്റെ സ്നൈപ്പറും വെച്ച് നോക്കി തന്നെ ഇങ്ങനെ ഇരിക്കുകയാണ്. ആ ഒരു സമയത്ത് ഹീറോയിൻ വെറുതെ ഇരിക്കാതെ അവൾ ആ ഒരു പേപ്പറിൽ ഇങ്ങനെ എഴുതി കാണിക്കും, എൻ്റെ ജീവിതത്തിൽ തന്നെ ഒരു ബെസ്റ്റ് ബർത്ത്ഡേ ആണ് ഈ ഒരു ദിവസം എന്നുള്ള രീതിയിൽ എഴുതി കാണിക്കുമ്പോൾ അവന് ചിരി വരുന്നുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞിപ്പോൾ അടുത്ത ദിവസം ഇവിടെ വെച്ചിരുന്ന ബോംബുകളെല്ലാം പൊട്ടിപ്പോയല്ലോ, അതെല്ലാം വീണ്ടും റീസെറ്റ് ചെയ്യാൻ വേണ്ടി ഹീറോ ഒരു കയറിൽ തൂങ്ങി താഴേക്ക് ഇറങ്ങിയിട്ട് അതെല്ലാം ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഹീറോയിനാണെങ്കിൽ തന്റെ കയ്യിലുള്ള ആ ഒരു തോക്ക് ഉപയോഗിച്ച് ഹീറോ എന്ത് ചെയ്യുന്നതിനെ നോക്കും. ആ ഒരു സമയത്ത് ഈ ഒരു കുഴിയിൽ നിന്നും ഒരു ഡ്രോൺ ഇങ്ങനെ പതിയെ മുകളിലേക്ക് പറന്നു വരുന്നുണ്ട്. ഹീറോയിൻ അതിനെ ഷൂട്ട് ചെയ്യാനായിട്ട് വരുമ്പോൾ ഹീറോ ഇല്ല
കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ് ഇങ്ങനെ കാണിക്കുമ്പോഴത്തേക്കും കുറച്ചു നേരം ആ ഒരു ഡ്രോൺ അവിടെ നിന്ന് പറന്നു പോകുന്നു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് വീണ്ടും മാസങ്ങൾ ഇങ്ങനെ കഴിഞ്ഞു പോകുന്നു. അങ്ങനെ ഒരു മാസം കഴിഞ്ഞിട്ട് ഇപ്പൊ അവസാനം ഡിസംബറായി. ആ ഒരു സമയത്ത് നമ്മുടെ ഹീറോയിനെ നോക്കുമ്പോൾ അവൾക്ക് ഇപ്പോഴും എന്തോ വിഷമം, പേടി ഈ ഒരു രീതിയിലിരിക്കുകയാണ്. ഹീറോ എന്താ ചെയ്യുന്നത് വെച്ചാൽ തന്റെ കയ്യിലുള്ള കുറെ ബൾബും മറ്റു കാര്യങ്ങളെല്ലാം വെച്ച് അവിടെയുള്ള ഒരു മരത്തിൽ വെച്ചിട്ട് ഒരു ക്രിസ്മസ് ട്രീ പോലെ ഇങ്ങനെ ആക്കി അവൾക്ക് ഇങ്ങനെ കാണിച്ചു കൊടുക്കും. അത് കണ്ട് ഹീറോയിന് നല്ല സന്തോഷമായിട്ട് പകരം അവൾ ഈ ഒരു മഞ്ഞെല്ലാം വാരി വെച്ച് ഒരു സ്നോ പാവയെ ഉണ്ടാക്കി അവൻ ഇങ്ങനെ കാണിച്ചു കൊടുക്കുന്നു. എന്നിട്ട് ഹാപ്പി ക്രിസ്മസ് എല്ലാം പറഞ്ഞ് രണ്ടുപേരും ആ ഒരു രീതിയിലും നല്ലതുപോലെ സന്തോഷിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഓരോ ദിവസവും ഇവർ ആ ഒരു സിഗ്നൽ ടവറുകളെല്ലാം ശരിയാക്കാനായിട്ട് നടന്നു പോകുമ്പോഴും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ട് തന്നെയാണ് പോകുന്നത്. രണ്ടുപേരും നല്ല രീതിയിൽ അടുത്തു കഴിഞ്ഞു. ഇപ്പോൾ പരസ്പരം അടുത്തില്ലെങ്കിലും അവർ രണ്ടുപേരും അത്രയും നല്ല രീതിയിൽ അവരെ മനസ്സിലാക്കി. അതുപോലെ ഇപ്പോൾ രണ്ടുപേർക്കും പരസ്പരം അടുത്തേക്ക് പോകണമല്ലോ, എന്ത് ചെയ്യണമെന്നുള്ള അറിയത്തില്ല. ആ ഒരു രീതിയിൽ രണ്ടുപേരും ഇഷ്ടപ്പെടാൻ തുടങ്ങി. അങ്ങനെ അത് കഴിഞ്ഞിപ്പോൾ ഫെബ്രുവരി 14 ആ ഒരു ദിവസം വരുമ്പോഴത്തേക്കും ഹീറോയിൻ ഒറ്റയ്ക്കിരുന്ന് ഇങ്ങനെ കരയാണ്. ഹീറോ എന്താണ് കാര്യം എന്ന് എഴുതി ചോദിക്കുമ്പോഴത്തേക്കും ഇന്ന് എൻ്റെ അച്ഛൻ മരിക്കുമെന്നാണ് പറഞ്ഞത്. ആ ഒരു കാര്യം ആലോചിച്ച് ഞാൻ കരഞ്ഞു പോയതാണ്. അങ്ങനെ ആ ഒരു കാര്യമെല്ലാം ഓർത്ത് ഹീറോ അന്ന് രാത്രി മുഴുവനായിട്ടും അതെല്ലാം ആലോചിച്ചിങ്ങനെ കിടക്കാണ്. എങ്ങനെയും ഹീറോയിൻ്റെ അടുത്തേക്ക് പോകണം, ഇത് മാത്രമാണ് ഇപ്പോൾ ഹീറോയുടെ ചിന്ത. അതുകൊണ്ട് തന്നെ അടുത്ത ദിവസം മുതൽ ഹീറോ ഒരുപാട് കേബിളുകളെല്ലാം കളക്ട് ചെയ്യുന്നു. അതേപോലെ ഈ റോക്കറ്റ് ലോഞ്ചർ ഉണ്ടല്ലോ, അതിനകത്തുള്ള വെടിമരുന്നെല്ലാം മാറ്റിയിട്ട് ഇവൻ കളക്ട് ചെയ്ത ആ ഒരു കയറുണ്ടല്ലോ അതെല്ലാം ഇതിനകത്ത് കണക്ട് ചെയ്ത് ഈ ഒരു ടവറിന്റെ ഭാഗത്ത് നിന്നും അവളുടെ ടവറിന്റെ അടുത്തേക്ക് ഇങ്ങനെ അടിച്ചു വിട്ടുകൊടുക്കുകയാണ്. അപ്പൊ ഇത് ഹീറോയിൻ ആയാലും കാണുന്നുണ്ട്. അങ്ങനെ ഇത് കണ്ട് ഹീറോയിൻ അവിടെയുള്ള ഒരു വലിയ മരത്തിലേക്ക് കയറി അതെടുത്ത് അതിന്റെ തീയെല്ലാം അണച്ചിട്ട് ആ ഒരു മരത്തിൽ ഈ ഒരു റോപ്പ് നല്ലതുപോലെ ടൈറ്റായിട്ട് ഇങ്ങനെ കെട്ടും. അത് കഴിഞ്ഞ് നമ്മുടെ ഹീറോ ആണെങ്കിലോ ഇപ്പോൾ ഷേവ് എല്ലാം ചെയ്ത് നല്ല സൂപ്പറായിട്ട് അവളെ കാണാൻ പോയല്ലേ, ഇന്ന് എന്താ ഡിന്നറിന് എനിക്ക് വേണ്ടി ഉണ്ടാക്കാൻ പോകുന്നത് എന്നുള്ള ചോദ്യങ്ങളെല്ലാം ചോദിച്ച് അത് കഴിഞ്ഞ് ഒരു കേബിൾ വഴി തൂങ്ങി അവളുടെ അടുത്തേക്ക് ഇങ്ങനെ പോവാണ്. അങ്ങനെ ഒരുപാട് ദൂരം തൂങ്ങി ഇപ്പോൾ ഈ ഒരു കുഴിയുടെ നടുവിലെത്തുമ്പോഴത്തേക്കും ചെറിയ രീതിയിൽ താഴ്ന്നുപോയി. അതുകൊണ്ട് അവൻ അങ്ങോട്ട് പോകാൻ കഴിയത്തില്ല. അതുകൊണ്ട് കൈ കൊണ്ട് പിടിച്ച് ഒരു വിധത്തിൽ ഇപ്പോൾ ഒരുപാട് മാസങ്ങൾക്ക് ശേഷം ഇവർ രണ്ടുപേരും അടുത്ത് കാണുകയാണ്. അങ്ങനെ അടുത്ത് വന്നിട്ട് രണ്ടുപേരും സംസാരിക്കുന്നു. ഇപ്പോൾ പൂവെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്, അതെല്ലാം ഹീറോയിന് കൊടുക്കുമ്പോൾ ഹീറോയിൻ ആയാലും നല്ല സ്മെല്ലുണ്ട്, പോയി കുളിച്ചിട്ട് വാ, അടുത്ത് ബാത്റൂം ഉണ്ടെന്ന് പറയുമ്പോൾ ഹീറോ ആയാലും കുളിക്കാനായിട്ട് ഇങ്ങനെ ചെല്ലും. അത് കഴിഞ്ഞ് അവനൊരു ഡ്രസ്സും വെച്ചിട്ടുണ്ട്, അതെല്ലാം എടുത്തിട്ട് എന്നിട്ട് രണ്ടുപേരും ഹീറോയിന്റെ ടവറിലിരുന്ന് അങ്ങനെ സംസാരിക്കുമ്പോഴത്തേക്കാണ് ഹീറോ പറയുന്നത്, നിന്റെ ഈ ഒരു ഭാഗത്ത് നിന്ന് നോക്കാനായിട്ട് നല്ല ഭംഗിയുണ്ട്, നല്ല വ്യൂ ആണ് ഇവിടെ നിന്ന് കാണുമ്പോൾ. അപ്പോൾ ഹീറോയിൻ ചോദിക്കും, അല്ല നീ എങ്ങനെയാ ഒരു അസാസിയനായത്, ഈ ഒരു ജോലിക്ക് വരാൻ കാരണം എന്താണെന്ന് ചോദിക്കുമ്പോൾ ഹീറോ പറയും, ഞാൻ ജനിച്ചു വളർന്നതെല്ലാം അമേരിക്കയിലാണ്, അതുപോലെ എൻ്റെ അച്ഛനാണെങ്കിലും നല്ലൊരു വേട്ടക്കാരനാണ്, അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ജോലി തിരഞ്ഞെടുത്തത്. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളെല്ലാം പരസ്പരം പറഞ്ഞ് അത് കഴിഞ്ഞിട്ട് ഇവർ രണ്ടുപേരും നല്ല രീതിയിൽ റൊമാൻറ്റിക്കായി. അത് കഴിഞ്ഞിട്ട് ഇവർ അകത്തേക്ക് വന്ന് ഡാൻസ് എല്ലാം കളിച്ച് അത് കഴിഞ്ഞ് രണ്ടുപേർക്കും നല്ല ഇഷ്ടമാണ്. ഇപ്പോൾ പരസ്പരം കണ്ടുമുട്ടുകയും കൂടി ചെയ്തു. അതുകൊണ്ട് തന്നെ രണ്ടുപേരും കുറച്ച് റൊമാൻറ്റിക് ആയിട്ടിരിക്കുന്നു. അങ്ങനെ അത് കഴിഞ്ഞ് ഇവർ രണ്ടുപേരും സംസാരിക്കുമ്പോഴത്തേക്കാണ് ഹീറോ പറയുന്നത്, ഇപ്പോൾ എനിക്കുള്ളൊരു പേടി എന്താണെന്നറിയോ, ഈ ഒരു കുഴിയിലുള്ള ജീവികളെ പറ്റിയല്ല, നിന്നെ പറ്റിയാണ്. കാരണം കുറച്ചുകൂടി മാസം കഴിഞ്ഞാൽ നമ്മൾ രണ്ടുപേരും ഈ ഒരു ജോലി മതിയാക്കി തിരിച്ചു പോകും. ആ ഒരു സമയത്ത് നമുക്ക് എന്തായാലും യൂറോപ്പിൽ വെച്ച് കണ്ടുമുട്ടിയിട്ട് ഈ ഒരു ജോലിയെല്ലാം വിട്ട് നമുക്കായിട്ടുള്ളൊരു സന്തോഷമായിട്ടുള്ള ജീവിതം അത് ജീവിക്കണം എന്നെല്ലാം പറയുമ്പോൾ ഹീറോയിനായാലും, ഓ അപ്പോൾ നിനക്ക് എന്നോട് ഇത്രയും സ്നേഹമുണ്ടോ എന്നെല്ലാം പറഞ്ഞ അന്നത്തെ ദിവസം കഴിഞ്ഞ് ഇപ്പോൾ അടുത്ത ദിവസം ആകുമ്പോഴത്തേക്കും ഈ മാസാമാസം റേഡിയോ ആയിട്ട് ഇവർ കണക്ട് ചെയ്യാലോ, അത് ചെയ്യുന്നത് ഇന്നത്തെ ഒരു ദിവസമാണ്. അതുകൊണ്ട് തന്നെ ഹീറോ തിരിച്ച് അവന്റെ ടവറിലേക്ക് പോവാണ്. അങ്ങനെ ഹീറോ ആയാലും ഈ ഒരു റോപ്പ് വഴി തിരിച്ചു പോകുന്ന സമയത്താണ് ഹീറോയുടെ ടവറിന്റെ ഭാഗത്ത് ആ ഒരു ജീവികളുണ്ടല്ലോ അത് വീണ്ടും കയറി വരുന്നു. അപ്പോൾ അവിടെയുള്ള ആ ഒരു ബോംബിൽ തട്ടിയിട്ട് അത് പൊട്ടിത്തെറിക്കുന്നതും ഹീറോ പോയിക്കൊണ്ടിരുന്ന ആ ഒരു റോപ്പായാലും പെട്ടെന്ന് അങ്ങ് കട്ടാവുന്നു. ഹീറോ നേരെ താഴേക്ക് പോകുന്നു. ഈ ഒരു റോപ്പ് വിട്ട് പോകുമ്പോഴത്തേക്ക് ഹീറോ പെട്ടെന്ന് തന്റെ പാരച്യൂട്ട് എടുക്കുന്നുണ്ട്. ഇപ്പൊ ഇത് കണ്ട് നമ്മുടെ ഹീറോയിനായാലും ഹീറോയെ രക്ഷിച്ചേ പറ്റൂ, താഴേക്ക് എന്താണെന്ന് അറിയത്തില്ല. അതുകൊണ്ട് തന്നെ അവളും പെട്ടെന്ന് തന്റെ ബാഗും അതേപോലെ തന്നെ കുറച്ച് തോക്കും കാര്യങ്ങളും എല്ലാം എടുത്ത് അവളും ആ ഒരു പാരച്യൂട്ടും എടുത്ത് നേരെ താഴേക്ക് ഒരു ഒറ്റച്ചാട്ടം. കാരണം അവൾ അത്രയും തന്നെ ഹീറോയെ സ്നേഹിക്കുന്നുണ്ടെന്ന് നമുക്കറിയാലോ. അങ്ങനെ ഹീറോയിൻ ഇവിടെ താഴെ എത്തുമ്പോഴത്തേക്കാണ് അത് വലിയൊരു പുഴയായിരുന്നു. പാരച്യൂട്ടിന്റെ നിയന്ത്രണം വിട്ട് അവൾ നേരെ വെള്ളത്തിലേക്ക് ഒന്ന് വീഴും. അതല്ല അവളുടെ ദേഹത്താണെങ്കിൽ കയറും കെട്ടിയിട്ടുണ്ടായിരുന്നു. അവൾ ഈ ഒരു ഒഴുക്കിലൂടെ പോകുമ്പോഴത്തേക്കും ബാലൻസ് തെറ്റി അവിടെയുള്ള കല്ലിലും മറ്റും വന്നിരിക്കും. അതുമല്ല അവളുടെ കയ്യിലൊരു ഡിവൈസ് ഉണ്ട്, അതാണെങ്കിൽ കയ്യിൽ നിന്ന് പോവും. ഈ ഒരു കാര്യം അവൾ ശ്രദ്ധിക്കുന്നില്ല. അങ്ങനെ ആ ഒരു കയറും കട്ട് ചെയ്ത് ആ ഒരു ഒഴുക്കിൽ എവിടെയോ ചെന്ന് കരക്കടിഞ്ഞ് ഒരു മരത്തിൽ പിടിച്ചിട്ട് അവൾ എങ്ങനെയും രക്ഷപ്പെടുന്നു. ആ ഒരു സമയത്താണ് ഇവിടെ നമ്മുടെ ഹീറോയെ കാണിക്കുമ്പോൾ ഹീറോ ഇപ്പോഴാണ് കണ്ടു തുറക്കുന്നത്. അവൻ ഇത്രയും നേരം ഒരു മരത്തില് ബോധമില്ലാതെ ഇങ്ങനെ തൂങ്ങിക്കിടക്കുമായിരുന്നു. കാണിക്കുമ്പോഴത്തേക്കും ആ ഒരു മരത്തിന് മുകളിൽ നിന്നും ഒരുപാട് കാലുകളൊക്കെ ഉള്ള ഒരു മൃഗം അങ്ങനെ ഹീറോയെ കടിക്കാനായിട്ട് വരുന്നതും അവൻ എന്താ ചെയ്യുന്ന വെച്ചാല് അവന്റെ കയ്യിൽ ഈ തോക്കുണ്ടായിരുന്നു, പിസ്റ്റല്, അത് വെച്ച് അതിനെ ഷൂട്ട് ചെയ്ത് കൊന്നിട്ട് ഈ മരത്തിൽ നിന്ന് നേരെ താഴേക്ക് വന്ന് വീഴും. അതുമല്ല അവിടെയുള്ള ആ ഒരു വേരുകളിൽ പിടിച്ചാണ് അവൻ കിടക്കുന്നത്.
ആ ഒരു സമയത്ത് കാണിക്കുമ്പോൾ അവൻ എഴുന്നേൽക്കാൻ പറ്റുന്നില്ല. എന്താണെന്ന് കാണിക്കുമ്പോഴത്തേക്കും ഇപ്പൊ ഒരുപാട് എല്ലുകളുണ്ടല്ലോ, അതുപോലെ എന്തൊക്കെയോ വന്നിട്ട് ഹീറോയെ മൊത്തത്തിൽ ഇങ്ങനെ പിടിച്ചു വെക്കുകയാണ്. അവനാണെങ്കിൽ അനങ്ങാൻ കഴിയുന്നില്ല. എല്ലാ ഭാഗത്തു നിന്നും വന്ന് അവനിങ്ങനെ പിടിക്കുന്നുണ്ട്. ആ ഒരു സമയത്ത് നമ്മുടെ ഹീറോ ഇവിടെ ഷൂട്ട് ചെയ്തല്ലോ, ആ ഒരു സൗണ്ട് കേട്ട് ഹീറോയിൻ ഇവിടേക്ക് വന്നിട്ട് അവനെ പിടിക്കുന്ന ആ ഒരു ജീവിയെ ഷൂട്ട് ചെയ്ത് ഹീറോയെ ഒരു വിധത്തിലെ രക്ഷപ്പെടുത്തി. അപ്പോൾ ഹീറോ ചോദിക്കും, ഹേയ് നീ എങ്ങനെ ഇവിടെ വന്നതെന്ന് ചോദിക്കുമ്പോൾ, നീ താഴേക്ക് വീണപ്പോൾ ഞാൻ പുറകെ എടുത്ത് ചാടി, നീയാണെങ്കിലും അത് തന്നെയല്ലേ ചെയ്യാൻ പോന്നെ. അങ്ങനെ രണ്ടുപേരും എഴുന്നേറ്റ് ഇപ്പോൾ ഒരുപാട് മൃഗങ്ങൾ കരയുന്ന ആ ഒരു ശബ്ദം കേൾക്കുന്നുണ്ട്. രണ്ടു വശത്തേക്ക് നിൽക്കുമ്പോൾ ഹീറോ ചോദിക്കുന്നുണ്ട്, നീ ആ ഒരു റോപ്പ് ഗൺ കൊണ്ടുവന്നത് ചോദിക്കുമ്പോൾ, അതൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്, കുഴപ്പമില്ല എന്ന് പറയുന്നതും സത്യത്തിൽ ഈ ഒരു തോക്കാണ് ആ വെള്ളത്തിൽ വെച്ച് മിസ്സായി പോയത്. അവൾക്കാണെങ്കിൽ ആ ഒരു കാര്യം അറിയത്തില്ല. അപ്പോൾ അവൾ പറയും അത് കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറയും. അങ്ങനെ നിൽക്കുന്ന സമയത്താണ് കണ്ണിന് പെട്ടെന്ന് കാണാൻ കഴിയാത്ത രീതിയിൽ ഇവിടെ പുകയാണുള്ളത്. അതിനിടയിലൂടെ എന്തോ ഇങ്ങനെ പാസ് ചെയ്തു പോകുന്നു. പെട്ടെന്ന് കാണിക്കുമ്പോൾ ഈ കുതിരയുടെ പുറത്ത് ആ കുതിരയും ഒരു രാക്ഷസ കുതിരയായിട്ടാണ് വന്നിരിക്കുന്നത്. അതിന് മുകളിലായിട്ടും ഈ ഒരു സോംബി മനുഷ്യനെ പോലത്തെ ആളുണ്ടല്ലോ, അയാൾ വന്ന് ഇവരെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങും. നമ്മുടെ ഹീറോയെ ഒരു കുതിരയിൽ വന്ന് തൂക്കിയെടുത്തുകൊണ്ട് പോകുമ്പോൾ ഹീറോയിന്റെ പുറകിൽ വേറൊരെണ്ണം വരുന്നു. അങ്ങനെ രണ്ടുപേരും അതിനോടൊപ്പം ഫൈറ്റ് ചെയ്യുന്നുണ്ട്. അവരുടെ കയ്യിൽ തോക്കുള്ളത് കൊണ്ട് തന്നെ ഒരു വിധത്തിൽ അതിനെല്ലാം കൊന്നിട്ട് ഇപ്പോൾ രണ്ടുപേരും തിരിച്ച് ഒരുമിച്ച് വന്നിട്ട് ഇതെല്ലാം ആരാണ്, ഇത് ഏത് സ്ഥലമാണെന്ന് പോലും അറിയുന്നില്ല. ഓക്കെ, ആ ഒരു റോപ്പ് ഗൺ എടുക്കാൻ പറയുമ്പോൾ ഹീറോയും പെട്ടെന്ന് ആ ഒരു റോപ്പ് ഗൺ നോക്കുമ്പോഴത്തേക്കാണ് മനസ്സിലാവുന്നത് അവളുടെ കയ്യിൽ നിന്നും അത് മിസ്സായി പോയെന്നുള്ള കാര്യം. അപ്പോൾ അവൾ പറയും, ഇതുപോലെ ആ ഒരു വെള്ളത്തിൽ വീണ സമയത്ത് എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായി പോയതാണ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഹീറോ ഇപ്പോൾ ആ ഒരു മനുഷ്യമൃഗങ്ങളുണ്ടല്ലോ അവരെ നോക്കുന്ന സമയത്താണ് അവരുടെ ആ ഒരു ഡ്രസ്സ് ഇത് 1947 ഇവിടേക്ക് വന്ന ആ ഒരു പട്ടാളക്കാരുണ്ടല്ലോ അവരിട്ടിരുന്ന ഡ്രസ്സാണ്. അങ്ങനെയാണെങ്കിൽ ഇവരെല്ലാവരും ആ ഒരു പട്ടാളക്കാരാണോ? കാരണം ആ ഒരു സമയത്ത് ഒരുപാട് പേര് ഇവിടേക്ക് വന്ന് കാണാതായെന്ന് പറഞ്ഞല്ലോ, ഇനി അവരാണോ അറിയത്തില്ല. ഓക്കെ, എന്തായാലും നമുക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെട്ട് പോകാനായിട്ടുള്ള വഴി കണ്ടുപിടിക്കാന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോകുമ്പോഴത്തേക്കും ഇപ്പോൾ ഈ ഒരു കാട്ടിൽ നിന്ന് വെള്ളിയിലേക്ക് ഇറങ്ങുമ്പോൾ ഇവിടെ എല്ലാം നീല നിറത്തിലാണ് കാണുന്നത്. അങ്ങനെ നടന്നു പോകുമ്പോൾ വഴിയിൽ ഒരുപാട് മരങ്ങളുണ്ട്, അതെല്ലാം കേടായിട്ടുള്ളതാണ്. അതിലെല്ലാം മനുഷ്യന്റെ തലയൊട്ടി, അതേപോലെ തന്നെ കൈകള്, ഇതുപോലെ പല രീതിയിൽ 1000 കണക്കിനുണ്ടാവും. അതുപോലെ അവിടെ നിന്ന് കുറച്ച് ദൂരം മുന്നിലേക്ക് പോകുമ്പോഴത്തേക്കും ഇപ്പോൾ ചെറിയ ചെറിയ വീടുകൾ കാണുന്നു. അതേപോലെ തന്നെ പല രാജ്യങ്ങളിലെ കൊടികൾ അവിടെ ഇങ്ങനെ കെട്ടിയിട്ടേക്കുന്നു. അങ്ങനെ കുറെ മുന്നിലേക്ക് പോകുമ്പോഴത്തേക്കാണ് ഒരു സിറ്റി പോലുള്ള സ്ഥലത്താണ് വന്നിട്ടുള്ളത്. അതുപോലെ ചുറ്റിനും നിന്നും ഈ ഒരു രാക്ഷസന്മാരുടെ ശബ്ദം കേൾക്കുമ്പോഴത്തേക്കും ഇവർ വിചാരിച്ചതുപോലെയല്ല ഇവിടെ ഒരുപാടുണ്ടത് എന്നുള്ള കാര്യം അവർക്ക് മനസ്സിലായി. അങ്ങനെ ഇവർ രണ്ടുപേരും പെട്ടെന്ന് സേഫ് ആയിട്ടുള്ള സ്ഥലത്തേക്ക് പോകണല്ലോ. അടുത്ത് വലിയൊരു ചർച്ച് ഉണ്ട്. അതിനകത്തേക്ക് കയറി ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്കാണ് ഈ ചർച്ചിനകത്തെ കതക് ഉള്ളിൽ നിന്നും പൂട്ടിയതുപോലെയാണ് കാണുന്നത്. അതുപോലെ ഇതിനകത്ത് ഒരുപാട് പേരും അവിടെയുള്ള ചെയറിൽ മരിച്ചിരിക്കുന്നൊരവസ്ഥയും. അതുപോലെ അവരുടെ കയ്യിൽ എന്തോ ഒരു വാച്ച് പോലെ ഉണ്ട്. അതെല്ലാം എടുത്ത് നോക്കിയിട്ട് അത് സ്മെല്ല് ചെയ്ത് നോക്കിയിട്ടാണ് ഹീറോ പറയുന്നത് ഇതെല്ലാം സൈനൈഡാണ്. സൈനൈഡ് ഉപയോഗിച്ച് ഇവരെല്ലാവരും സ്വയം മരിക്കുകയാണ് ചെയ്തത്. കാരണം ഇവിടെയുള്ള ആ ഒരു രാക്ഷസ മനുഷ്യന്മാരുണ്ടല്ലോ അവരെ പേടിച്ചാണ് ഇവരെല്ലാവരും മരിച്ചത്. അങ്ങനെ ഇവർ സംസാരിച്ച് ഇവിടെ എന്തായിരിക്കും സംഭവിച്ചത് എന്നുള്ള രീതിയിൽ ഇവർ സംസാരിച്ച് നിൽക്കുമ്പോൾ മുകളിൽ നിന്നും എന്തോ പോകുന്നത് പോലെ നമ്മുടെ ഹീറോയിനും എന്തോ ഒരു സംശയം തോന്നി പെട്ടെന്ന് ആ ഒരു വശത്തേക്ക് ഇങ്ങനെ നോക്കുന്നതും പെട്ടെന്ന് അവിടെ നിന്ന് ഒരു ചിലന്തി, വലിയ ചിലന്തിയാണത്, ചാടി ഇവരുടെ മുകളിലേക്ക് വീഴുന്നു. അതുമല്ല അതിന്റെ തല കാണുമ്പോഴത്തേക്കും ഈ മനുഷ്യന്റെ തലയോട്ടി ഉണ്ടല്ലോ അതുപോലെ ഇരിക്കുകയാണ്. അത് ഒന്നൊന്നുമല്ല, ഒരു 100 കണക്കിനുണ്ട്. ഇവിടെ നിന്ന് ഇറങ്ങി വരുമ്പോഴതും ഈ ഒരു ചർച്ചിന്റെ പല ഭാഗങ്ങളിൽ നിന്നും അത് ഇറങ്ങി വരുന്നതും രണ്ടുപേരും തോക്ക് ഉപയോഗിച്ച് അതിനെ ഷൂട്ട് ചെയ്യുന്നു. ഒരവസരത്തിലേ നമ്മുടെ ഹീറോയിന്റെ ബുള്ളറ്റ് തീർന്നു പോകുന്നതും ഹീറോ പെട്ടെന്ന് അവളെ പിടിച്ച് മുകളിലേക്ക് ആക്കിയിട്ട് അത് കഴിഞ്ഞ് ഇവരെ ആ ഒരു ചിലന്തികളോട് ഫൈറ്റ് ചെയ്യുന്ന സമയത്താണ് വെളിയിൽ നിന്നും ആ ഒരു രാക്ഷസ മനുഷ്യന്മാര് ഉള്ളിലേക്ക് കയറി വരുന്നു. എന്നിട്ട് ഇവരോട് ഫൈറ്റ് ചെയ്യും. അപ്പോൾ ഇവര് രണ്ടുപേരും അതിനോട് ഫൈറ്റ് ചെയ്ത് അവസാനം അതിനെല്ലാം പിടിച്ച് ഈ ഒരു ചിലന്തികൾക്ക് ഇട്ടുകൊടുത്തിട്ട് രണ്ടുപേരും നേരെ വെളിയിലേക്ക് ഇറങ്ങി ഓടുകയാണ്. അതിനു മുന്നേ നമ്മുടെ ഹീറോയിൻ ഒരു മിസൈൽ വിട്ട് ഈ ഒരു ചർച്ചങ്ങ് തകർക്കുകയും ചെയ്യും. അങ്ങനെ വെളിയിലേക്ക് വന്നിട്ട് അടുത്തൊരു ബിൽഡിങ്ങിനകത്തേക്ക് രണ്ടുപേരും ഓടിക്കയറി അതിനകത്ത് നിൽക്കുമ്പോൾ അതിനകത്തും ഈ ഒരു മരത്തിന്റെ വേരുകൾ ഒരുപാട് ഇങ്ങനെ പോയിട്ടുണ്ട്, അതും വളരെ വ്യത്യസ്തമായിട്ട്. അപ്പോഴേക്കാണ് ഹീറോയിൻ പറയുന്നത് വെളിയിൽ കാണുന്ന ഈ ഒരു മരവേരുകളെല്ലാം ഇവിടെ നിന്നാണ് അതിന്റെ തുടക്കമെന്ന് തോന്നുന്നു. എനിക്കും അറിയാൻ കഴിയുന്നില്ല എന്നും പറഞ്ഞ് അകത്തേക്ക് ചെല്ലുമ്പോൾ അതെന്തോ ഒരു വലിയ ലാബ് പോലെയാണ് തോന്നുന്നത്. അതിനകത്തും ഒരുപാട് പേര് മരിച്ചിട്ടുണ്ട്. അവരുടെ ശരീരത്തിൽ നിന്നും പ്രത്യേകതരം ചെടികളെല്ലാം ഇങ്ങനെ പിടിച്ചിട്ടുണ്ട്. അങ്ങനെ ഹീറോ നോക്കുമ്പോഴത്തേക്കും അവിടെ മരിച്ചിടക്കുന്ന ഒരാളുടെ കയ്യിലെ ഒരു ഫിലിം പെട്ടിയിരിക്കുന്നത് കാണുന്നു. അതിങ്ങനെ കയ്യിലെടുക്കും. അതില് കർത്താവ് ഞങ്ങളോട് ക്ഷമിക്കുമെന്ന് ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. മറ്റൊരിടത്തൊരു ജനറേറ്റർ ഉണ്ട്. അത് നമ്മുടെ ഹീറോയിൻ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നതും അതിപ്പോൾ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോഴാണ് അവിടെ ഒരു പ്രൊജക്ടർ പ്രവർത്തിക്കുന്നു. ആ ഒരു റീൽ ഉണ്ടല്ലോ ഹീറോയുടെ കയ്യിലിരിക്കുന്ന, അതെടുത്ത് ആ ഒരു പ്രൊജക്ടറിൽ ഇട്ടിട്ട് ഇതെന്താണെന്ന് ഇവർ പ്ലേ ചെയ്ത് നോക്കുമ്പോഴത്തേക്കാണ് അതിലൊരു സയന്റിസ്റ്റ് ലേഡി വന്നിട്ട് ഇപ്പോൾ ഇവർ സംസാരിക്കും. ജൂലൈ 12, 1946 ആ ഒരു സമയത്താണ് 2ാം ലോക മഹായുദ്ധം തുടങ്ങുന്ന ആ ഒരു സമയം. അപ്പോഴേക്കും റഷ്യ അമേരിക്കയും ഒരു രഹസ്യ കരാറിൽ ഒപ്പിട്ടു.
അവരുടെ കീഴില് വലിയൊരു സൈന്യം ഉണ്ടാവണമെന്ന്. അത് സാധാരണ ജനങ്ങളെ കൊണ്ടുള്ള സൈന്യമല്ല, കെമിക്കൽസ് എല്ലാം യൂസ് ചെയ്തിട്ട് പ്രത്യേകതരം പവറുള്ള മനുഷ്യരെ നിർമ്മിക്കുക. അതുപോലുള്ളൊരു സൈന്യത്തിനെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വലിയൊരു കണ്ടുപിടുത്തം തന്നെ നടന്നു. അങ്ങനെ അതിന്റെ അവസാനം ഞങ്ങളാണെങ്കിലും ആ ഒരു കെമിക്കൽസ് എല്ലാം വെച്ചിട്ട് ഒരു മരുന്ന് കണ്ടുപിടിച്ച് ഇവിടെ നിന്നും അത് അയക്കുന്ന സമയത്ത് പെട്ടെന്നാണ് ഇവിടെ ഒരു ഭൂമി കുലുക്കം സംഭവിച്ചത്. അപ്പോൾ ഞങ്ങൾ ശേഖരിച്ചു വെച്ചിരുന്ന ആ ഒരു സാമ്പിൾസ് എല്ലാം ലീക്കായിട്ട് ഇവിടെയുള്ള മരങ്ങളിലും ചെടികളിലെല്ലാം അത് ഞങ്ങൾ പോലും ചിന്തിക്കാത്ത രീതിയിലുള്ള ഒരു മാറ്റമാണ് സംഭവിച്ചത്. എന്താണെന്ന് വെച്ചാല് അത് മരങ്ങളിലും ചെടികളിലും അതേപോലെ തന്നെ ഇവിടെയുള്ള ജന്തുക്കളിലും എല്ലാം പടർന്ന് അതിന്റെ DNA തന്നെ മാറ്റിയിട്ട് മനുഷ്യനുമായിട്ടുള്ള ആ ഒരു DNA ആയിട്ട് ഇത് മിക്സായി. ആദ്യത്തെ ഒരാഴ്ച മാത്രമേ നമ്മൾ പിന്നീട് മനുഷ്യനായിട്ടുണ്ടാവത്തുള്ളൂ. അത് കഴിഞ്ഞതേ ഇതുപോലെ ആവുമെന്നും പറഞ്ഞ് ആ ഒരു സയന്റിസ്റ്റിനും അതുപോലെ തന്നെ സംഭവിച്ചിട്ടുണ്ട്. ആ ഒരു കാര്യം അവരിങ്ങനെ കാണിച്ചു കൊടുക്കുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഈ ഒരു സസ്യവും ജീവജാലങ്ങളുണ്ടല്ലോ അതെല്ലാം മനുഷ്യനെ കൺട്രോളിലാക്കി ഒരു രാക്ഷസനാക്കി മാറ്റും. സത്യത്തിൽ ഇത് ബാധിക്കപ്പെട്ടത് മനുഷ്യൻ മാത്രമല്ല, ഇവിടെയുള്ള പ്രാണികള്, പക്ഷികള്, മൃഗങ്ങള് ഇതെല്ലാം ബാധിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് എല്ലാത്തിൻ്റെയും രൂപം മാറിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു വൈറസ് ഒരിക്കലും പുറത്തേക്ക് പോകാനായിട്ട് പാടില്ല. അതിനുവേണ്ടിയിട്ട് ഞങ്ങൾ ഈ ഒരു സ്ഥലം നശിപ്പിക്കാൻ പോവാണ്. പിന്നെ ഇത് ഡയറക്റ്റായിട്ട് ആരെയും ബാധിക്കത്തില്ല. ഈ ഒരു രാക്ഷസന്മാരെ ആരെയൊക്കെ അറ്റാക്ക് ചെയ്യുന്നു അവരുടെ ദേഹത്തെ എന്തെങ്കിലും മുറിവുകളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായാൽ മാത്രമേ അടുത്ത 7 ദിവസം കഴിഞ്ഞ് അവർക്കും ഇത് ബാധിക്കത്തുള്ളൂ. അങ്ങനെ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ട് ആ ഒരു വീഡിയോ ഇപ്പോൾ അവിടെ വെച്ച് സ്റ്റോപ്പ് ആവുന്നതും ഹീറോയിൻ ചോദിക്കും, അല്ല അവർ പറഞ്ഞത് 1946 തന്നെ ഇതെല്ലാം നശിപ്പിക്കാൻ പോവാണെന്നാണ്. പക്ഷെ ഇപ്പോഴും ഈ ഒരു രാക്ഷസന്മാരെല്ലാം എങ്ങനെയാണ് ഇവിടെ ജീവിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഹീറോ പറയും അതിനുള്ള ഉത്തരം ദേ ഇവിടെയാണെന്ന് പറഞ്ഞ് കുറച്ച് കമ്പ്യൂട്ടറുകൾ ഇങ്ങനെ കാണിച്ചു കൊടുക്കാണ്. അല്ല ഇതെന്താണെന്ന് ചോദിക്കുമ്പോഴത്തേക്കും മനസ്സിലായില്ലേ, 1946 കമ്പ്യൂട്ടറുകൾ ഇല്ലായിരുന്നു. ഇത്രയും കാലം കഴിഞ്ഞ് ഇവിടെ കമ്പ്യൂട്ടറുകൾ വരണമെന്നുണ്ടെങ്കിൽ അമേരിക്ക ഇപ്പോഴും രഹസ്യമായിട്ട് വന്ന് ഈ ഒരു സ്ഥലത്ത് റിസർച്ചുകൾ നടത്തുന്നുണ്ട്. അതുകൊണ്ടാണ് അവരിത് ഇവിടെ വിട്ടിട്ട് പോയിട്ടുള്ളത് എന്നും പറഞ്ഞ് അവിടെയുള്ള ഒരു കമ്പ്യൂട്ടർ ഓണാക്കി ഇങ്ങനെ നോക്കുമ്പോഴത്തേക്കാണ് അതിലുള്ള ഫയൽ കണ്ട് ഹീറോ തന്നെ ഞെട്ടുന്നു. വേറെ ഒന്നുമല്ല, അമേരിക്കക്കാർ ഇപ്പോഴും ഇവിടെയുള്ള ഈ ഒരു രാക്ഷസന്മാരുടെയും ഈ മരങ്ങളുടെ എല്ലാം DNA എടുത്ത് അതുപയോഗിച്ച് വീണ്ടും സൂപ്പർ പവർ ആയിട്ടുള്ള ഹ്യൂമൻസിനെ റെഡിയാക്കാൻ വേണ്ടി അതേപോലെയുള്ള സൈന്യത്തിനെ ഉണ്ടാക്കാൻ വേണ്ടി ഇവരിപ്പോഴും ശ്രമിക്കുന്നുണ്ട് എന്നുള്ള കാര്യം ഹീറോയ്ക്ക് മനസ്സിലായി. അതുമല്ല മറ്റൊരു കാര്യം കൂടി അവൻ വായിക്കുന്നുണ്ട്, ഇതിനകത്ത് വലിയൊരു ബോംബ് വെച്ചിട്ടുണ്ട്. അത് പൊട്ടിത്തെറിച്ചു കഴിഞ്ഞാൽ ഏകദേശം 4.2 കിലോമീറ്റർ ദൂരെ ചുറ്റളവില് എല്ലാം നശിക്കും. അതുമല്ലാതെ ഇവർ ഡെയിലി ഒരു ടവർ ചെക്ക് ചെയ്യുമല്ലോ, ആ ഒരു ടവർ ഇപ്പോഴും സെറ്റ് ചെയ്തതൊന്നുമല്ല, കുറെ നാളുകൾക്ക് മുന്നേ തന്നെ സെറ്റ് ചെയ്താണ്. ഈ ടവറും ഈ ഒരു ബോംബുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ആ ഒരു ടവറും എല്ലാം പൊട്ടിക്കഴിഞ്ഞാൽ ഈ ഒരു ബോംബും എന്തായാലും പൊട്ടും എന്നുള്ള എല്ലാ കാര്യങ്ങളും ഇവർക്ക് രണ്ടുപേർക്കും മനസ്സിലായി. അപ്പോൾ ഇത് പുറംലോകത്തിലുള്ള ആരും അറിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ വർഷാവർഷം ഇവിടെ ഓരോരുത്തരായിട്ട് കാവലിന് നിർത്തുന്നതും അവർ മൂലം മറ്റാരും അറിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവരിവിടെ നിന്ന് കൊണ്ടുപോയതിനു ശേഷം കൊല്ലുന്നതും. പക്ഷെ ഇവരെ കൊല്ലുമെന്നുള്ള കാര്യം ഇപ്പോഴും ഇവർക്ക് രണ്ടുപേർക്കും അറിയത്തില്ല. അങ്ങനെ രണ്ടുപേരും ഇവിടെ നിന്ന് എത്രയും പെട്ടെന്ന് വെളിയിലേക്ക് പോകണമല്ലോ. അതുപോലെ ആ ഒരു സമയത്താണ് ഹീറോയിൻ പറയുന്നത്, ഞാൻ അകത്തേക്ക് വരുമ്പോൾ എൻ്റെ ബാഗ് വെളിയിൽ മിസ്സായിപ്പോയി. ആ ഒരു ബാഗിലാണ് നമുക്ക് ആവശ്യമായിട്ടുള്ള വെടിമരുന്നും മറ്റു കാര്യങ്ങളൊക്കെ ഇരിക്കുന്നത്. അത് എടുക്കണമെന്ന് പറയുമ്പോൾ ഓക്കെ എന്തായാലും നമുക്ക് വെളിയിലേക്ക് പോകാം. പക്ഷേ ഇവിടെയുള്ള ആ ഒരു മനുഷ്യ രാക്ഷസന്മാരുണ്ടല്ലോ അവരെല്ലാവരും ബുദ്ധിശാലികളാണ്, അതുകൊണ്ട് ശ്രദ്ധിച്ചുകൊണ്ട് നമുക്ക് വെളിയിലേക്ക് ഇറങ്ങാനായിട്ട് എന്ന് പറഞ്ഞിട്ട് ഡോർ തുറന്ന് വെളിയിലേക്ക് നോക്കുമ്പോൾ വെളിയിൽ പലയിടങ്ങളിലായിട്ട് അവർ ഒളിച്ചു നിൽപ്പുണ്ട്. അവർക്ക് എന്തായാലും നമ്മളെ കാണാൻ കഴിയും, പക്ഷെ നമുക്ക് അവരെ കാണാൻ കഴിയത്തില്ല. അപ്പോൾ ഹീറോയും പറയും ശരി അങ്ങനെയാണെങ്കിൽ നമുക്കും അതുപോലെ തന്നെ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഈ ഒരു ചെറിയ സ്മോക്കിംഗ് ബോംബ് ഉണ്ടല്ലോ അതെടുത്ത് ഇങ്ങനെ ഇട്ട് കൊടുക്കുമ്പോഴത്തേക്കും ആ ഒരു രാക്ഷസന്മാർക്കും ഇവരെ കാണാൻ കഴിയത്തില്ല. അങ്ങനെ കുറച്ച് മുന്നിലേക്ക് നടന്നു ചെല്ലുമ്പോൾ ആ ഒരു ബാഗ് ഇവിടെ തന്നെ ഇരിപ്പുണ്ട്. ഓക്കെ അപ്പോൾ കാട് വരെ പോകേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞ് ആ ഒരു ബാഗ് നമ്മുടെ ഹീറോയിൻ പതിയെടുത്ത് കയ്യിലേക്ക് പിടിക്കുന്നതും പെട്ടെന്ന് അതിലൊരു കയർ കെട്ടിയിട്ടുണ്ടായിരുന്നു. ഒരു രാക്ഷസൻ കുതിരപ്പുറത്ത് ഹീറോയിനെ വലിച്ചെടുത്തുകൊണ്ടങ്ങ് പോവാണ്. ഹീറോ ആണെങ്കിലും അവളുടെ പുറകെ തന്നെ ഓടും. അങ്ങനെ വലിച്ചുകൊണ്ട് പോകുമ്പോഴത്തേക്കും ഹീറോയിൻ ആയാലും തന്റെ കയ്യിലുള്ള കത്തി ഉപയോഗിച്ചിട്ട് ഈ ഒരു കയർ കട്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷേ നടക്കുന്നില്ല. ഇടയ്ക്ക് ഒരു സ്ഥലത്ത് ഒരു മരത്തിന്റെ വേര് അവളുടെ വയറിലേക്ക് തറച്ചങ്ങ് കയറും. എന്നിട്ട് അടുത്തുള്ളൊരു മരത്തിൽ തല കൊണ്ടുവന്ന് ഇരിക്കുന്നതും അവളുടെ ബോധം പോയി. അപ്പോൾ നമ്മുടെ ഹീറോ പുറകെ വന്നിട്ട് ഒരുപാട് അന്വേഷിച്ച് നോക്കുന്നുണ്ടെങ്കിലും ഇത്രയും നേരം ഹീറോയിന്റെ ശബ്ദമെങ്കിലും കേൾക്കായിരുന്നു, പക്ഷെ ഇപ്പോ ഒന്നും കേൾക്കുന്നില്ല. അതുകൊണ്ട് അവൾ എവിടെയാണെന്ന് അറിയത്തില്ല. അങ്ങനെ കുറെ നടന്ന് ചെല്ലുമ്പോഴത്തേക്കും ഈ ഒരു വെള്ളമെല്ലാം അവസാനം വന്ന് വീഴുന്ന ഒരു വലിയ സ്ഥലം അവനിങ്ങനെ കണ്ടുപിടിക്കും. ഓക്കെ ഇതിനകത്തായിരിക്കാം എന്തായാലും ഹീറോയിൻ എന്നും പറഞ്ഞിട്ട് അവൻ അതിനകത്തേക്ക് ഇറങ്ങുന്നതും ഇപ്പോൾ ഹീറോയിനെ കൊണ്ടുവന്ന ആ ഒരു രാക്ഷസനുണ്ടല്ലോ അവനായാലും അവളെ ഒരിടത്ത് കെട്ടിയിട്ടിട്ട് അവളുടെ ദേഹത്ത് തറച്ചിരുന്ന ആ ഒരു വേര് അത് വലിച്ചിങ്ങനെ എടുക്കുന്നതും ഹീറോയിൻ പെട്ടെന്ന് കണ്ണു പറഞ്ഞിട്ട് നിന്നെ ഞാൻ കൊല്ലോ നിലയിൽ ദേഷ്യപ്പെട്ട് പറയാണ്. അപ്പൊ ആ ഒരു രാക്ഷസനായാലും ഇതൊന്നും കാര്യമാക്കാതെ അവളെ കൊല്ലാന്നും പറഞ്ഞ് അടുത്തേക്ക് വരുന്നത് ഹീറോയിൻ ചാടി ഒരു ചവിട്ട് എന്നിട്ട് അവിടെ നിന്ന് ചാടി താഴേക്കിറങ്ങി അവളും അതിനോട് ഫൈറ്റ് ചെയ്യാണ്. വെറുതെ അല്ല, ഹീറോയിൻ നല്ലതുപോലെ തന്നെ ഫൈറ്റ് ചെയ്യുന്നുണ്ട്. ഒരവസരത്തില്
ആ ഒരു രാക്ഷസൻ ഒരു വലിയ വാളെടുത്ത് ഹീറോയിനെ വെട്ടാനായിട്ട് വരും. എങ്ങനെയാണോ എന്തോ ഹീറോയിൻ ഒരു വിധത്തിൽ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറി അവിടെ കത്തി നിൽക്കുന്ന ആ ഒരു കമ്പെടുത്ത് അതിന്റെ മുകളിലേക്ക് വെച്ച് അതിന്റെ ദേഹത്തെ തീ പിടിക്കുന്നതും ഈ ഒരു സമയത്ത് തന്നെ നമ്മുടെ ഹീറോ അവിടേക്ക് വന്ന് അതിനെ ഷൂട്ട് ചെയ്തങ്ങ് കൊല്ലുന്നു. എന്നിട്ട് മരിച്ചുപോയ ആ ഒരു രാക്ഷസന്റെ ദേഹത്തെ ഇങ്ങനെ നോക്കുമ്പോഴത്തേക്കാണ് അവന്റെ ദേഹത്തുള്ള ഷർട്ടിൽ ഒരു പേരുണ്ട്, ഡേവിഡ് എന്നും പറഞ്ഞിട്ട്. ഇത് വേറെ ആരുമല്ല, ഹീറോ നിന്നിരുന്ന ആ ഒരു ടവറിൽ ആദ്യമായിട്ട് നിന്നിരുന്ന ഒരു സോൾജിയർ ഉണ്ടല്ലോ, ഡേവിഡ് എന്ന് പറഞ്ഞിട്ട്, അയാളാണിത്. അപ്പോ ഹീറോയ്ക്ക് എന്തായാലും ഒരു കാര്യം മനസ്സിലായി, ഇവിടെ ജോലിക്ക് വന്ന ആരും ഇതുവരെ ഇവിടെ നിന്ന് ജീവനോടെ തിരിച്ചു പോയിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ഇവിടെയുള്ള രഹസ്യമൊന്നും പുറം ലോകം അറിയാതിരിക്കാൻ വേണ്ടി അവർ തന്നെയാണ് എന്തൊക്കെയോ ചെയ്യുന്നത് എന്നുള്ള കാര്യവും. ഓക്കെ, എന്തായാലും ഇവിടെ നിന്നും മറുവശത്തേക്ക് നമുക്ക് പോവാം എന്നും പറഞ്ഞിങ്ങനെ നടന്നു പോകുമ്പോഴത്തേക്കും കാണിക്കുമ്പോൾ ഒരു പ്രത്യേക രൂപത്തില് ഇവിടെ ഉണ്ടായിരുന്ന ആ ഒരു മരുന്നെല്ലാം സ്പ്രെഡായിട്ട് ഒരുപാട് മനുഷ്യരുണ്ട്. ചിലപ്പോൾ സയന്റിസ്റ്റുകളായിരിക്കാം, അതേപോലെ തന്നെ പട്ടാളക്കാരായിരിക്കാം. ഇവരെല്ലാവരുടെ ദേഹത്ത് കയറി അത് പ്രത്യേക രീതിയിൽ ഇങ്ങനെ വളർന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ ഇവര് രണ്ടുപേരും പതിയെ അതിനുള്ളിലൂടെ അതിലൊന്നും ടച്ച് ചെയ്യാതെ പതിയെ ഇങ്ങനെ നടന്നു പോകുന്നു. പക്ഷെ അങ്ങനെ നടന്നു പോകുമ്പോൾ നമ്മുടെ ഹീറോയിൻ അറിയാതെ അതിലുള്ളൊരു വേരിൽ ചവിട്ടി കൊടുക്കുന്നതും ഇപ്പൊ ആ ഒരു വേര് രാക്ഷസന്മാരെല്ലാം കൂടി ഹീറോയിൻ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങും. പക്ഷെ ഹീറോയുടെ കയ്യില് നേരത്തെ കൊന്ന ആ ഒരു രാക്ഷസന്റെ കയ്യിൽ നിന്ന് എടുത്ത ആ ഒരു വാളുണ്ടായിരുന്നു, അത് വെച്ച് എല്ലാം വെട്ടി വെട്ടി രണ്ടുപേരും ഓടി ഒരിടത്തേക്ക് വന്നിട്ട് ഇപ്പോ താഴേക്ക് ഒന്ന് വീഴും. അപ്പോഴാണ് നമ്മുടെ ഹീറോയിൻ അവളുടെ ബാഗിലുണ്ടായിരുന്ന ആ ഒരു ബോംബ് എടുത്ത് അതിന്റെ അടുത്തേക്ക് ഒരു ഒറ്റ ഏറ് ആ ഒരു സ്ഥലം മുഴുവനും പൊട്ടി അങ്ങ് തെറിച്ചിട്ട് ഈ ഒരു വേരുകൾ പോലത്തെ രാക്ഷസന്മാരുണ്ടല്ലോ അതെല്ലാം കൂടി അങ്ങ് കത്തിപ്പിടിക്കുന്നു. തിരിഞ്ഞു നോക്കുമ്പോൾ അത് പൂർണ്ണമായിട്ടും ഇങ്ങനെ നിന്ന് കത്തുകയാണ്. അങ്ങനെ ഇവര് രണ്ടുപേരും അവിടെ നിന്ന് വെളിയിലേക്ക് വരുമ്പോൾ മറ്റൊരു ഷെഡ് ഇങ്ങനെ കാണുന്നുണ്ട്. അത് തുറന്ന് നോക്കുമ്പോഴത്തേക്കാണ് പഴയ കാലത്തെ കുറെ വണ്ടികളുണ്ട്. അവിടെയാണ് നമ്മുടെ ഹീറോയ്ക്ക് സന്തോഷമായിട്ടുള്ള കാര്യം വേറെ ഒന്നുമല്ല, ഇതിന്റെ മുന്നില് നല്ല റോപ്പുണ്ട്. അതിങ്ങനെ ഇവിടെ ഇങ്ങനെ കണക്ട് ചെയ്ത് കഴിഞ്ഞാല് ഇത് മലകളുടെ മുകളിലേക്കും നല്ല രീതിയിൽ കയറും, ആ ഒരു രീതിയിലുള്ളതാണ്. അതുകൊണ്ട് തന്നെ അത് സ്റ്റാർട്ട് ചെയ്ത് ഇവർ രണ്ടുപേരും നമ്മുടെ ഹീറോ താഴേക്ക് വിടുമ്പോഴത്തേക്ക് അവന്റെ ആ ഒരു റോപ്പ് കട്ടായല്ലോ, ആ ഒരു സ്ഥലത്തേക്ക് പോവാണ്. നല്ല വേഗതയിൽ പോകുന്നുണ്ട്. ഹീറോ ആണ് കറക്റ്റ് ലൊക്കേഷൻ ഹീറോയിന് പറഞ്ഞു കൊടുക്കുന്നത്. അങ്ങനെ അവസാനം ഇവര് ആ ഒരു റോപ്പ് കട്ടായ ആ ഒരു സ്ഥലം കണ്ടുപിടിച്ചിട്ട് അവിടേക്ക് വന്ന് അത് ഈ വണ്ടിയുടെ മുന്നിലായിട്ട് ഇങ്ങനെ കണക്ട് ചെയ്യും. എന്നിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കും ഈ ഒരു വണ്ടി പാതിയെ ഈ മലയുടെ മുകളിലേക്ക് ഇങ്ങനെ കയറാൻ തുടങ്ങാണ്. അപ്പോൾ തന്നെ ഒന്ന് രണ്ട് രാക്ഷസന്മാർ അവിടേക്ക് വരുന്നുണ്ട്. ഹീറോ അവരെല്ലാവരെയും കൊന്നിട്ട് ഇവർ ഈ ഒരു വണ്ടിയിൽ കയറി ഇത് മുകളിലേക്ക് പോകുമ്പോഴത്തേക്കും കാണിക്കുമ്പോ ഇപ്പൊ ഈ ഒരു വണ്ടി പകുതിയോളം എത്തി. അതേ സമയമാണ് ഹീറോയിൻ താഴേക്ക് നിൽക്കുമ്പോൾ ഈ ഒരു മനുഷ്യ രാക്ഷസന്മാരെല്ലാം കൂടി ഈ ഒരു കയറിൽ പിടിച്ച് ഇവരുടെ പുറകെ തന്നെ വരുന്നുണ്ട്. ഇവരായാലും അതിനോട് ആ ഒരു വണ്ടിയിൽ തൂങ്ങിക്കിടന്നെല്ലാം ഫൈറ്റ് ചെയ്യുന്നുണ്ട്. ഒരുപാട് നേരം തോക്ക് ഉപയോഗിച്ച് ഫയർ ചെയ്യും. പക്ഷെ ബുള്ളറ്റ് തീർന്നത് കൊണ്ട് ഇതിനകത്ത് തന്നെ കമ്പി, വാള് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് അതെല്ലാം വെച്ചിട്ട് എല്ലാത്തിനെയും കൊന്ന് താഴേക്കിടുകയാണ്. അത് കഴിഞ്ഞ് ഇതിന്റെ പെട്രോൾ ടാങ്ക് അതങ്ങ് തുറന്നു വിട്ടിട്ട് അതിൽ തീ വെച്ചു കൊടുക്കുന്നതും ഇപ്പൊ ഈ ഒരു രാക്ഷസന്മാരുടെ ദേഹത്തെല്ലാം അത് പിടിച്ച് അവസാനം ഈ ഒരു വണ്ടിയിലേക്ക് വന്ന് പിടിച്ച് വണ്ടിയും പൊട്ടിത്തെറിക്കുന്നു. കുറെ മുകളിലേക്ക് ചെല്ലുമ്പോൾ ഇവർ ആ ഒരു വണ്ടിയുടെ റോപ്പ് ഉണ്ടല്ലോ അതങ്ങ് കട്ട് ചെയ്ത് വിടുമ്പോഴത്തേക്കും താഴ്ന്ന് കയറി വരുന്ന എല്ലാത്തിന്റെ മുകളിലൂടെ വന്ന് വീണ് ഇവരൊരു വിധത്തിൽ സേഫ് ആയിട്ട് മുകളിലേക്ക് വരികയാണ്. അങ്ങനെ മുകളിലേക്ക് വന്നതിന് ശേഷമാണ് നമ്മുടെ ഹീറോ പറയുന്നത്, ഓക്കെ എനിക്ക് എന്തായാലും റേഡിയോയിലൂടെ സംസാരിച്ചേ പറ്റൂ, അതുകൊണ്ട് ഞാൻ എന്തായാലും എന്റെ ടവറിലേക്ക് പോവാണെന്ന് പറഞ്ഞ് ഹീറോയിന്റെ കയ്യിലും ഇതുപോലെ റോക്കറ്റ് ലോഞ്ചർ ഉണ്ട്. അത് വെച്ച് ഈ ഒരു കയറ് ഹീറോയുടെ ടവറിലേക്ക് കണക്ട് ചെയ്തിട്ട് ഹീറോ ഇപ്പോൾ നേരെ തിരിച്ച് അവന്റെ ടവറിലേക്ക് ചെല്ലുകയാണ്. അങ്ങനെ റേഡിയോയിൽ സംസാരിക്കുമ്പോഴത്തേക്കാണ് ഇപ്പോൾ ഡയറക്റ്റ് ആയിട്ട് ആ ഒരു ലേഡിയാണ് സംസാരിക്കുന്നത്. എന്താ ലവി, ജോലിയെല്ലാം എങ്ങനെ പോകുന്നുണ്ട്? പിന്നെ നിന്നോട് ഞങ്ങൾ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചിരുന്നു, ഒരു വിവരം ഇല്ലായിരുന്നു. നീ ആ ഒരു കുഴിയിലെല്ലാം പോയെന്ന് ചോദിക്കുമ്പോൾ ഇല്ല ഞാൻ പോയിട്ടില്ല എന്ന് പറയും. ഹീറോ ഇപ്പോൾ കള്ളം പറയാണ്. അപ്പോൾ അവര് പറയും, ഓക്കെ നീ ആയിരിക്കത്തില്ല, പക്ഷെ നിന്റെ ഓപ്പോസിറ്റിലുള്ള ആ ഒരു ടവറിലുള്ള പെണ്ണ് അവളെ ഞങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാനായിട്ട് കഴിഞ്ഞില്ല. ഒരുപക്ഷെ അവളായിരിക്കും താഴേക്ക് പോയത്, കാരണം അവിടെയുള്ള കമ്പ്യൂട്ടറുകളെല്ലാം ആരോ പ്രവർത്തിപ്പിച്ചിട്ടുണ്ട് എന്നിങ്ങനെ പറയുമ്പോഴത്തേക്കും ഹീറോ അതിനെപ്പറ്റി എനിക്ക് അറിയത്തില്ല എന്ന് പറയും. അപ്പോൾ അവര് പറയും, ഇപ്പൊ അമേരിക്കക്കാര് ഇപ്പൊ നമ്മൾ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ഈ ഒരു രഹസ്യങ്ങളെല്ലാം അവള് മൂലം മറ്റാരെങ്കിലും അറിയും, അതുകൊണ്ട് നീ എന്തായാലും അവളെ കൊല്ല് എന്നുള്ള രീതിയിൽ പറയുമ്പോൾ ഹീറോ ഓക്കെ എന്നും പറഞ്ഞ് ഈ ഒരു റേഡിയോ അങ്ങ് ഓഫ് ചെയ്യാണ്. അതേ സമയമാണ് അടുത്തൊരു ടെസ്റ്റ് വേറെ ഒന്നുമല്ല, ഈ ഒരു ലേഡി ഉണ്ടല്ലോ അവർക്ക് ആൾറെഡി തന്നെ അറിയാം ഇവർ ആ ഒരു കമ്പ്യൂട്ടർ ഓൺ ആക്കിയപ്പോഴത്തേക്കും അവിടെയുള്ള ക്യാമറയിൽ ഇവരെ രണ്ടുപേരെ ഇവർ കണ്ടിരുന്നു. അതുകൊണ്ട് ഹീറോ ഇപ്പൊ തന്നോട് കള്ളം പറയാണെന്നുള്ള കാര്യം ഈ ഒരു ലേഡിക്ക് മനസ്സിലായിട്ട് ഇപ്പോ ഹീറോയെ കൊല്ലാൻ വേണ്ടി ഒരു ടീമിനെ അവിടേക്ക് പറഞ്ഞു വിടാൻ പോവാണ്. അതുമല്ല അവരും കൂടെ വരുന്നുണ്ടെന്ന് പറയും. ഇപ്പൊ അടുത്ത ദിവസം കാണിക്കുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോയിനും ഈ ഒരു ടവറിൽ നിന്ന് മറ്റൊരു വശത്തേക്ക് തങ്ങളുടെ കയ്യിലുള്ള തോക്കും വെച്ചിട്ട് നടന്നിങ്ങനെ പോവാണ്. കുറേ ദൂരം നടന്നു ചെന്നിട്ട് രണ്ടുപേരും പരസ്പരം നോക്കി ഇപ്പോ ഹീറോ മുകളിലേക്ക് നോക്കുമ്പോഴത്തേക്കും ഇവരെ കൊല്ലാൻ വേണ്ടി ആ ഒരു ഹെലികോപ്റ്റർ അവിടേക്ക് വരുന്നു. ഇത് കാണുമ്പോൾ ഹീറോ പെട്ടെന്ന് അവളോട് ഓടാനായിട്ട് ഇങ്ങനെ പറയും. അപ്പോൾ രണ്ടുപേരും ഈ ഒരു കിലോമീറ്റർ കണക്കാക്കുന്ന ഒരു വാച്ച് ഉണ്ട്, അത് ഓണാക്കിയിട്ട് രണ്ടുപേരും ഇങ്ങനെ ഓടുകയാണ്. അതേസമയം ഇവരാണെങ്കിലും ഇവിടേക്ക് വന്ന് നമ്മുടെ ഹീറോയെ നോക്കുമ്പോൾ ഹീറോയെ ആ ഒരു ടവറിൽ കാണാനില്ല. അതുമല്ല എതിർവശത്തെ ആ ഒരു ടവറിൽ ഹീറോയിനെ നോക്കുമ്പോഴത്തേക്കും അവളെയും കാണാനില്ല. അങ്ങനെയാണെങ്കിൽ ഇവരെന്തോ പ്ലാൻ ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാക്കി ഇവരെ കണ്ടുപിടിക്കാൻ വേണ്ടി ഒരു 4 ഡ്രോണുകൾ പറഞ്ഞുവിടും. അതിലാണെങ്കിലും മെഷീൻ ഗണ്ണുണ്ട്.
ഇപ്പൊ ആ ഒരു ഡ്രോണുകളായാലും ഇവരെ രണ്ടുപേരെ ഫോളോ ചെയ്തിട്ട് ഒരവസരത്തിൽ നമ്മുടെ ഹീറോയെ ആ ഡ്രോണുകൾ കണ്ടുപിടിച്ചു. എന്നിട്ട് ഹീറോയെ ഷൂട്ട് ചെയ്യാണ്. ഹീറോ ആണെങ്കിലും ഈ ഒരു മരങ്ങൾക്കിടയിലൂടെ എല്ലാം നല്ലതുപോലെ ഓടി അവസാനം അതിലെ ഒരു ഡ്രോണിനെ ഷൂട്ട് ചെയ്തങ്ങ് തകർക്കും. ഇവിടെ ഹീറോയിനാണെങ്കിലും ഓടി രക്ഷപ്പെടുമ്പോൾ അവളുടെ പുറകെയും ഈ ഒരു ഡ്രോണുകൾ വന്നിട്ട് അവളെയും കണ്ടുപിടിക്കുന്നുണ്ട്. അപ്പൊ അവളാണെങ്കിലും 2 ഡ്രോണിനെയും ഷൂട്ട് ചെയ്തങ്ങ് തകർക്കാണ്. എന്നിട്ട് ഇവർ ആ ഒരു കിലോമീറ്റർ ഉണ്ടല്ലോ അത് എത്രയായെന്ന് ഇങ്ങനെ നോക്കുന്നുണ്ട് രണ്ടുപേരും. അതേ സമയം ഇവിടെ ഹീറോ ആണെങ്കിലോ അടുത്ത ബാക്കിയുള്ള ഒരു ഡ്രോണും കൂടി ഉണ്ട്, അതിനെ ഇല്ലാണ്ടാക്കി. അത് കഴിഞ്ഞ് രണ്ടുപേരും കുറെ മുകളിലേക്ക് വന്ന് ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് എന്നിട്ട് രണ്ടുപേരും സ്കോപ്പ് ചെയ്ത് ഇങ്ങനെ കിടക്കാണ്. എവിടേക്കാണ് നോക്കുന്നത് വെച്ചാൽ രണ്ടുപേരും അവരുടെ ടവറിലേക്കാണ് നോക്കുന്നത്. വേറെ ഒന്നല്ല, ഇവരെ കൊല്ലാനായിട്ട് അവർ പ്ലാൻ ചെയ്തില്ല, അതുകൊണ്ട് തിരിച്ച് പണി കൊടുക്കാന്നും പറഞ്ഞ് ഇവർ ആ ഒരു ടവറുകൾ ഇങ്ങനെ ഷൂട്ട് ചെയ്യുന്നതും ഇതൊന്നിലൊന്നായിട്ട് കണക്ട് ചെയ്ത് അവസാനം ആ ഒരു ബോംബിൽ കണക്ട് ആയെന്ന് പറഞ്ഞിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ ഓരോന്നായിട്ട് ഇങ്ങനെ പൊട്ടുമ്പോൾ ഇതിനകത്തുള്ള ലേഡി ഇത് കണ്ടിട്ട് അവർക്ക് കാര്യം മനസ്സിലായി. ഇതിപ്പോ അവസാനമായിട്ട് ആ ഒരു ബോംബിലേക്കാണ് ചെല്ലാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ അവർ പറയും ഇനി നമുക്ക് 2 നിമിഷം മാത്രമേ ഉള്ളൂ ബാക്കി, എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് പോവാന്ന് പറഞ്ഞ് അവർ വെളിയിലേക്ക് ഇങ്ങനെ ഓടുന്നു. ഇവിടെ ഹീറോയിനും ആ ഒരു കിലോമീറ്റർ കണക്കാക്കി 4.2 കിലോമീറ്റർ ആ ഒരു ഡിസ്റ്റൻസിൽ വന്നിങ്ങനെ നിൽക്കാണ്. കാണിക്കുമ്പോഴത്തേക്കും ഇവരായാലും ആ ഒരു ഹെലികോപ്റ്ററിൽ കയറിയിട്ട് പെട്ടെന്ന് പോകുന്നു പറഞ്ഞ് ഹെലികോപ്റ്റർ സ്റ്റാർട്ട് ചെയ്ത് അവിടെ നിന്ന് ഇങ്ങനെ പോകുന്നു. അപ്പൊ ഹെലികോപ്റ്റർ ഈ ഒരു കുഴിയിലൂടെ താഴ്ന്നാണ് പറക്കുന്നത്. അതേസമയം ഈ ഒരു ബോംബാണെങ്കിലോ പെട്ടെന്ന് പൊട്ടിത്തെറിച്ചിട്ട് ആ ഒരു സ്ഥലം മുഴുവനായിട്ട് ഇപ്പൊ നശിക്കുകയാണ്. അതുമല്ല, ഈ ഒരു ലേഡി പറയുന്നുണ്ട് കുറച്ചുകൂടി മുകളിലേക്ക് പോകുന്നു പറയുന്നതും അതിന് മുന്നേ തന്നെ ഇതിന്റെ ആ ഒരു പവർ അത് നല്ല രീതിയിൽ ഇവരുടെ ആ ഒരു ഹെലികോപ്റ്ററിലേക്ക് വന്ന് അടിച്ചിട്ട് അതിന്റെ ബാലൻസ് തെറ്റി അത് നേരെ പാറകളിലേക്ക് വന്ന് ഇടിച്ച് ആ ഒരു ഹെലികോപ്റ്റർ താഴെ വീണ ആ ഒരു സ്ത്രീയും അവരോടൊപ്പം വന്ന എല്ലാവരും മരണപ്പെടുകയും ചെയ്യാണ്. അതോടെ ഇവർ രണ്ടുപേരും എന്തായാലും രക്ഷപ്പെട്ടു. പക്ഷെ രണ്ടുപേരും മലയുടെ 2 ഭാഗത്തായതുകൊണ്ട് ഒരുമിച്ച് കാണാൻ കഴിയത്തില്ല. ഇവർ പറഞ്ഞതുപോലെ തന്നെ യൂറോപ്പിൽ വെച്ച് കാണാനുള്ള രീതിയിൽ രണ്ടുപേരും അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകുന്നു. അതുമല്ല, ഹീറോ മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട്. ഒരുപക്ഷെ ഈ ഒരു വൈറസ് നമുക്ക് ബാധിച്ചിട്ടുണ്ടെങ്കിൽ 7 ദിവസം അത്രയും ദിവസം നോക്കിയിട്ട് മാത്രമേ നമ്മൾ വെളിയിൽ പോകാവൂ. ഒരുപക്ഷെ നീ എന്നെ കണ്ടുപിടിച്ച് എനിക്കത് ബാധിച്ചിട്ടുണ്ടെങ്കിൽ എന്നെ കൊന്നിട്ട് നീ പോണം, അല്ലാന്നുണ്ടെങ്കിൽ ഞാനൊരു ആർമി ഹെഡിനെ കൊന്നിട്ട് ഈ മലയുടെ മുകളിലേക്ക് വരും, നീ അവിടെ എനിക്ക് വേണ്ടി കാത്തിരിക്കണം എന്ന് പറയുന്നുണ്ട്. പക്ഷെ ഹീറോയിന് എത്ര നാൾ കാത്തിരുന്നിട്ടും ഹീറോ വരുന്നില്ല. അതുകൊണ്ട് ആ ഒരു വിഷമത്തിൽ ചിലപ്പോൾ അവൻ മരിച്ചുപോയെന്ന് വിചാരിച്ച് ഹീറോയിൻ അവിടെ നിന്ന് നേരെ ഫ്രാൻസിലേക്ക് വരികയാണ്. സോറി, യൂറോപ്പ് അല്ലായിരുന്നു, ഫ്രാൻസ്. അവിടേക്ക് വന്ന ഒരു റെസ്റ്റോറന്റിൽ ജോലി ചെയ്യാണ്. ആ ഒരു സമയത്താണ് ഇപ്പൊ അവളുടെ സമാധാനം, സന്തോഷം എല്ലാം നഷ്ടപ്പെട്ടു. കാരണം അത്ര ഇഷ്ടപ്പെട്ട ഒരാളെ അവൾക്ക് മിസ്സായി എന്നുള്ള വിഷമത്തിലാണ് അവളിപ്പോ ജീവിക്കുന്നത്. പെട്ടെന്ന് കാണിക്കുമ്പോഴത്തേക്കും അവിടെയുള്ള ഒരു ടേബിളിൽ നമ്മുടെ ഹീറോ ഇരിക്കുന്നു. സോറി, നിന്നെ മീറ്റ് ചെയ്യാനായിട്ട് ഞാൻ ഒരുപാട് ലേറ്റായി എന്ന് പറയുമ്പോൾ അതൊന്നും കുഴപ്പമില്ല, ഇനി എന്തായാലും നമ്മൾ ഒരുമിച്ചല്ലേ ജീവിക്കാൻ പോകുന്നത് എന്നുള്ള രീതിയിൽ രണ്ടുപേരും പരസ്പരം ഉമ്മ വെച്ചിട്ട് സൂപ്പറായിട്ട് തന്നെ ഈ ഒരു മൂവിയും ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു? നിങ്ങളുടെ അഭിപ്രായം എന്തായാലും തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു മൂവിയായിട്ട് ഉടനെ തന്നെ വരാം. അതുവരെയും ബൈ.